യുക്തിവാദി മിസ്റ്റർ രവീന്ദ്രൻ്റെ മഹാഭാരത കഥയെ പറ്റിയുള്ള ഒരു പ്രഭാഷണം കണ്ടു. ആ പ്രഭാഷണത്തിൻ്റെ അതൊരു വിമർശനമാണെന്നൊന്നും പറയാൻ പറ്റില്ല, അതിനുള്ള മറുപടി. കാരണം അത്ര വലിയ വിമർശനമൊന്നും അതിൽ നടത്തിയിട്ടില്ല. എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥ അതേപോലെ കുറച്ച് അവിടെ നിന്ന് കുറച്ച് ഭാഗം ഓരോരുത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. വലിയ വിമർശനമൊന്നുമില്ല, പക്ഷേ കുറേ തെറ്റിദ്ധാരണകൾ അതിലുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ശരിക്ക് എന്താണ് മഹാഭാരത കഥ എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് എന്താണ് കഥ. കഥയിൽ നമ്മൾ ചെറുതിൽ തന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, കഥയിൽ ചോദ്യമില്ല. കാരണം കഥ ഒരു ആശയം പ്രകടിപ്പിക്കാനാണ്. കഥ അതേപോലെ എടുത്തുകൂടാ. അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒന്ന് തന്നെ ചിന്തിച്ചു നോക്കും. ചില കവിതകളെല്ലാം ഈ വീണപൂവിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ പൂവ് ആകാശത്തിലെ പണ്ടൊരു നക്ഷത്രമായിരുന്നു എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം യുക്തിവാദ്യവും വെച്ചുകൊണ്ട് അതിനെല്ലാം എതിർക്കാൻ നടന്നു കഴിഞ്ഞാൽ എവിടെ എത്തും? ഷേക്സ്പിയറെ കഥയെല്ലാം ഇതേമാതിരി വ്യാഖ്യാനിച്ച് എന്താ പറ്റുക? അതുകൊണ്ട് ഇന്നത്തെ സിനിമയെ പറ്റി തന്നെ ചിന്തിച്ചു നോക്കും. സിനിമയിൽ ശത്രുവിൻ്റെ കൈമിൽ ഏറ്റവും വലിയ ആയുധമെല്ലാം ഉണ്ടാവും, ലേറ്റസ്റ്റ് മോഡൽ ടെക്നോളജി എല്ലാം. എന്നാലും വെടിവെച്ചാലൊന്നും നായകന് കൊള്ളില്ല. എത്ര വെടിവെച്ചാലും നായകന് കൊള്ളില്ല. ഭയങ്കരമാണ്. നായകൻ ഇടിക്കുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ 10 പേരെല്ലാം ഒന്നിച്ചിങ്ങനെ തെങ്ങിൻ്റെ ഉയരം വരെയെല്ലാം പോകുന്നു. ഇത് കാണുമ്പോൾ യുക്തിവാദികളടക്കം ഇന്നത്തെ സമൂഹം തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് സീറ്റിൽ നിന്ന് തുള്ളിച്ചാടും. അതിനൊന്നും ആരും വിമർശിക്കുന്നൊന്നുമില്ല. ഇത് ചിന്തിച്ചു നോക്കൂ. കാരണം കഥയിൽ ഇതെല്ലാം ആവശ്യം തന്നെയാണ്. കാരണം ജനങ്ങളെ ഹരം കൊള്ളിക്കാൻ ഇതെല്ലാം വേണം. പക്ഷേ ഇതെല്ലാം ഓവറായി പോകുന്നുണ്ട്. നമ്മളെ യുക്തിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ടും ജനങ്ങളെല്ലാം തുള്ളിച്ചാടുകയാണ്. സ്വന്തം പൈസ കൊടുത്തിട്ടാണ് തുള്ളിച്ചാടുന്നത് ഈ മണ്ടത്തരത്തിൽ. യുക്തിക്കൊരു യോജിക്കാണ്. അത് മാത്രമല്ല, ഇന്നുള്ള കുട്ടികളെ യുക്തിവാദികളടക്കം എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഈ ഹാരി പോട്ടർ മാതിരിയുള്ളത് ഇതെല്ലാം ഉണ്ടല്ലോ, സീരിയൽ, അതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. മഹാഭാരതത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് കഥാരൂപത്തിലുള്ള ആവിഷ്കാരമാണ് എന്ന് ചിന്തിക്കാനൊന്നും അവരെ ബുദ്ധി പോകില്ല. അതിനെയും പിടിച്ചുകൊണ്ട് എതിർക്കാനാണ്. അപ്പോൾ കഥയിൽ ഈ കഥയ്ക്ക് ഇത്രയും വലിയ സ്വാധീനമുണ്ട്. ഇത് വേദവ്യാസം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണക്കാരനായ ആൾക്കാർക്ക് വേണ്ടിയാണ് കഥ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വേദങ്ങളിലൊന്നും കഥയല്ല ഉള്ളത്. ഞാനിപ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 108 ഉപനിഷത്ത്, 18 പുരാണങ്ങളെല്ലാം ക്ലാസ്സായിട്ട് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ മുഴുവൻ നാം പഠിപ്പിച്ച സയൻസുകളും കെമിസ്ട്രി എല്ലാം, ഫിസിക്സ്, എൻജിനീയറിങ്ങും മെഡിസിനും എല്ലാം കാര്യങ്ങളാണ്. ഞാൻ പഠിച്ചതല്ല മെഡിസിൻ, ഞാൻ പഠിച്ചതും പഠിക്കാതുമായ പല വിഷയങ്ങളാണ് അതിലൂടെ പറഞ്ഞു കൊണ്ട് പോകുന്നത്. അത് പറയാൻ എനിക്കുള്ള പ്രയാസം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഈ കേൾവിക്കാരായ ആൾക്കാരിൽ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? പറയുന്നത് എനിക്കറിയാം അതിൻ്റെ പ്രയാസങ്ങൾ, അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രപഞ്ചഘടനയെല്ലാം പറഞ്ഞ് കൊടുക്കുക എന്നെല്ലാം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യൻ്റെ സൃഷ്ടി ഏതിൽ നിന്നാണ് ഉണ്ടായത്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ശാസ്ത്രലോകം പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അവതരിപ്പിക്കുന്നതിന് അതൊരു പറഞ്ഞ് ഒരു ദിവസം പോലും വിടാതെ കാതെ പോകുന്നുണ്ട്. പക്ഷേ അത് അവതരിപ്പിക്കുമ്പോൾ എനിക്കുള്ള പ്രയാസം ഇതാണ്. സാധാരണ കേൾവിക്കാരായ ആൾക്കാർ, സയൻസും കെമിസ്ട്രി അറിയുന്നവർക്ക് ഇത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെയുള്ള പ്രപഞ്ചത്തിലെ എല്ലാ ശാസ്ത്രങ്ങളും അടങ്ങിയ പുസ്തകമാണ് വേദങ്ങൾ. അപ്പം വേദവ്യാസനും തോന്നി ഇതൊന്നും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ കുട്ടികൾക്ക് എന്താണ് ചെയ്യുക? കഥ രൂപത്തിലാണ്. കുട്ടികളെ കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം എടുത്ത് പഠിപ്പിക്കും. കഥ രൂപത്തിൽ ആദ്യം പറഞ്ഞു കൊടുക്കും. അതിലും ചില ആശയങ്ങളുണ്ടാകും. പിന്നെ ക്രമത്തിലാണ് സയൻസ് പുസ്തകത്തിലേക്കെല്ലാം വരുന്നത്. അതുപോലെ വേദത്തിലുള്ള സയൻസുകളെല്ലാം
കഥരൂപത്തിൽ പ്രപഞ്ചം, അതിൻ്റെ അകത്ത് ചരിത്രവും ഉണ്ട്. എല്ലാം കഥരൂപത്തിൽ ഭംഗിയായി അവതരിപ്പിച്ച് സാധാരണക്കാരനായിട്ട് വിട്ടുകൊടുക്കും. ആ രൂപത്തിൽ കഥകളെ കാണണം. അതിൽ ആശയമുണ്ട്. അത് നടന്ന സംഭവമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ നടന്ന സംഭവം തന്നെയാണ്. ചരിത്രം തന്നെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രം തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. ശരിയായ ചരിത്രം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 4 യുഗത്തിലെ ചരിത്രം 4 കഥകളായിട്ട്, 3 കഥകളായിട്ട്. കൃതയുഗം എന്ന് പറഞ്ഞാൽ ഗോത്ര കാലഘട്ടത്തിൽ, അത് പരശുരാമ കഥയായിട്ട് പറഞ്ഞു. രണ്ടാമത്തത് കൃതയുഗം, ത്രേതായുഗത്തിലത് രാമൻ്റെ കൊളോണിയലിസമാണ്. അത് രാമൻ്റെ കാലഘട്ടം. വിദേശിയായിട്ട് ശ്രീലങ്കയിലെ രാവണനെ ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നമ്മളിന്ന് ജീവിക്കുന്ന യുഗമാണ് ദ്വാപരയുഗം. അത് കൃഷ്ണകഥയായിട്ട് പറയുന്നു. ചരിത്രം തന്നെയാണ്. കഴിഞ്ഞതെല്ലാം നടന്നതാണ്, ഇനിയുള്ളത് നടക്കാൻ പോകുന്നതാണ്. അതാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ചരിത്രം തന്നെയാണ്, സംഭവം തന്നെയാണ്. പക്ഷേ കഥരൂപത്തിലാണ് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സാധാരണക്കാരന് കഥരൂപത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതേസമയം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രം അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകങ്ങൾ ചുട്ടരിക്കപ്പെടും. അതൊന്നും കാലത്തിന്, അത് നമുക്കിത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. അതൊന്നും കാലത്തിൽ ചിലവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ പിന്നെ ഈ വേദപുരാണങ്ങളെ തന്നെ ചുട്ടരിച്ച് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് അതൊന്നും സംഭവിക്കാത്ത തരത്തിൽ തന്നെയാണ്, തന്ത്രപൂർവ്വമാണ് ആ കഥകളെല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ആ കഥയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നടന്ന സംഭവങ്ങൾ തന്നെയാണ് കഥരൂപത്തിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. എങ്ങനെ അത് സംഭവിച്ചു എന്നെല്ലാം തുടർന്നുള്ളതിൽ പറയും. അപ്പോൾ ഇതാണ് കഥകളായിട്ട് കാണുക. കഥകളാണെങ്കിലും ചരിത്രം തന്നെയാണ്, പക്ഷേ കഥരൂപത്തിലുള്ള അവതരണമാണ്. അതിൽ ആശയമെടുത്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച തരത്തിലും കഴിഞ്ഞതിനെയും ഇന്നത്തെയും വരാൻ പോകുന്നതിനെല്ലാം അത്തരത്തിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞ ക്രമത്തിൽ തന്നെയാണ് പോകുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് യുദ്ധം ചെയ്യുവാൻ നിർബന്ധിക്കുന്നു, വെട്ടട കൊല്ലട എന്നെല്ലാം പറഞ്ഞതായിട്ട്. ഭഗവത്ഗീതയിൽ വെട്ടട കൊല്ലട എന്നെല്ലാം പറഞ്ഞതായിട്ട് അതൊരു പരിഹാസ രൂപത്തിലാണ്. ഈ വെട്ടട കൊല്ലട എന്ന് പറഞ്ഞ തരത്തിൽ പോയിട്ട് തന്നെയാണ് നമ്മൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. വെട്ടലും കൊല്ലലും എല്ലാം നടന്നിട്ട് തന്നെയാണ്. ചരിത്രം നോക്കൂ. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വെട്ടലും കൊള്ളലും തന്നെയാണ് നടന്നിരിക്കുന്നത്. ആദ്യ കൃതയുഗം എന്ന് പറഞ്ഞാൽ ഗോത്രകാലഘട്ടത്തിൽ. ഗോത്രകാലഘട്ടം എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇവിടെ തിന്നാനുമില്ല, ഒന്നുമില്ല, കുറച്ച് മനുഷ്യരുണ്ട്. അവരിലൂടെയാണ് ലോകം പുരോഗമിച്ചത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ കയ്യൊപ്പുള്ള നല്ല ആരോഗ്യവാന്മാർക്കും അതിനെ ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് ക്ഷത്രിയരാണെന്ന് ലോകത്തെ മുന്നോട്ട് നയിച്ചത്. അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അടുത്ത ശക്തിയില്ലാത്തവനെ പോയി കീഴടക്കിയിട്ട് അവൻ്റെ സ്ത്രീകളെല്ലാം അടിച്ചു കൊണ്ടുവരും. അവരിലൂടെയാണ് പിന്നെ പ്രജകളെ വർദ്ധിപ്പിക്കുന്നത്. ഒരു ആരോഗ്യമുള്ള പുരുഷന്മാരെ അടിമകളാക്കി മാറ്റും. മറ്റുള്ളവരെയെല്ലാം വേണ്ടാതിനെല്ലാം കൊന്നും കളയും. ഇങ്ങനെയാണ് ഗോത്ര കാലഘട്ടത്തിൽ പോയിരിക്കുന്നത്. എന്നിട്ട് അവർ ഓരോ സാമ്രാജ്യങ്ങൾ കൂട്ടി ജനം വർദ്ധിക്കുന്നതനുസരിച്ച് വലിയ നാട്ടുരാജാക്കന്മാരെല്ലായി ഒരു രാജാവും നാട്ടുരാജാവും മറ്റവനെ കീഴടക്കിയിട്ട് വലുതാക്കാൻ ശ്രമിക്കും. ഇതെല്ലാം ഗോത്ര കാലഘട്ടത്തിൽ. അങ്ങനെ അവരും അധർമ്മികളായി മാറും. കുറേ കാലം കഴിയുമ്പോൾ സ്വാർത്ഥമതികളാകും. അങ്ങനെയുള്ളവരും വരുമ്പോൾ മറ്റുള്ളവരെല്ലാം കൂടിയിട്ട് അവനെ തല്ലിക്കൊല്ലും. അങ്ങനെ സഹിക്കാൻ പറ്റാതെ തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചരിത്രം നോക്കിയാൽ മതി. പഴയ ഗോത്ര കാലഘട്ടത്തിലെ ചരിത്രം നോക്കിയാൽ മതി. ചതിച്ചെങ്കും കൊല്ലും, ഭക്ഷണത്തിൽ വിഷം കൊടുത്തിട്ടെങ്കും കൊല്ലും. അതെല്ലാം നോക്കിക്കൊള്ളുക. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് പരശുരാമ കഥ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ലോകം മുഴുവൻ നടന്നിട്ടാണ് കൊന്നത്. അധർമ്മികളായ ക്ഷത്രിയരെ കൊന്നിട്ട് കിണറുകൾ രക്തം കൊണ്ട് നിറച്ചു. രക്തം കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ചരിത്രം മുന്നോട്ടേക്ക്. പിന്നെ ഈ ചരിത്രം പുരാണങ്ങൾ എഴുതുമ്പോൾ
അത് അതേപോലെ എഴുതിയല്ലാതെ കാലം അത്തരത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കാലമാണ് മുന്നോട്ടേക്ക് അയക്കുന്നത്. ആ കാലത്തെയാണല്ലേ ശക്തിവിശേഷ അധർമ്മികളായ ഭരണാധികാരികളെല്ലാം കൊന്ന് തള്ളിയിട്ട് തന്നെയാണ് ജനം മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അത് കഥരൂപത്തിൽ അവതരിപ്പിച്ചു. ആ കാലഘട്ടത്തിലെ പരശുരാമനായിട്ട് ചിത്രീകരിച്ചു. വേഷമെല്ലാം അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആയുധങ്ങളും അതേപോലെ കൊടുത്തിട്ടുണ്ട്. അവസാനം ലോകം മുഴുവൻ നടന്നിട്ടാണ് ക്ഷത്രിയരെ കൊന്നിട്ട് കിണറിലെ രക്തം കൊണ്ടു. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ അധർമ്മികളായ ഭരണാധികാരികൾ. ജനത്തിന് ശല്യമായി തീരുമ്പോൾ ഏത് ഭരണാധികാരി കയ്യൊപ്പുള്ളവന് അങ്ങനെയല്ലേ പോകും, മറ്റുള്ള സ്ഥലം പിടിച്ചെടുത്തിട്ട് തന്നെയാണ് പോവുക. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ജനത്തിന് ശല്യമായി തീരുമ്പോൾ കാലം തന്നെ അവരെല്ലാം കല്ല് തന്ന് കൊന്നു തള്ളും. അതാണ് പരശുരാമ കഥയായിട്ട് ചിത്രീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഗോത്രകാലഘട്ടം കൃതയുഗം കഴിഞ്ഞിട്ട് ത്രേതായുഗം. അപ്പോൾ വലിയ വലിയ നാട്ടുരാജാക്കന്മാരായി. പിന്നെ അവരെന്ത് ചെയ്യും, വല്ലതും കണ്ടെത്തിയെല്ലാം ചെയ്യുമ്പോൾ പ്രൊഡക്റ്റെല്ലാം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റൊരു രാജ്യങ്ങളിലേക്ക് വിൽക്കുക, അവിടെ സൗഭാഗ്യങ്ങൾ തട്ടി. ഈ നാട്ടിൽ നിന്ന് കയറിയിട്ട് ഓരോ ദേശങ്ങൾ കീഴടക്കി അടുത്ത ദേശം സമുദ്രം കടന്നിട്ട് പോകുന്ന അവസരം വരുമ്പോഴാണ് കൊളോണിയലിസം വരുന്നത്. അങ്ങനെ കൊളോണിയലിസം കഥ പറയാൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള രാജ്യം ശ്രീലങ്കയായിട്ട് ചിത്രീകരിച്ചൊരു കഥ പറഞ്ഞത്. അത് രാമൻ്റെ കാലഘട്ടം. സൗഭാഗ്യമെല്ലാം അടിച്ചു കൊണ്ടുപോകും. രാവണൻ വന്നിട്ട് അന്യദേശങ്ങൾ വന്നിട്ട് ഇവിടുത്തെ സൗഭാഗ്യമെല്ലാം അടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള നിലയിൽ ആ കഥയിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മളിപ്പോൾ ഭാഗവതത്തിലായതുകൊണ്ട്. അവിടെ ഈ യുദ്ധത്തിലൂടെ അവസാനം അത് ലോകം മുഴുവൻ കീഴടക്കിയപ്പോൾ കൊളോണിയലിസം ആധിപത്യം പിന്നെ വിദേശ ആധിപത്യമായി മാറുന്നു. ലോകം ഒന്നാകുന്നുണ്ട്. കാലത്തിന് വേണ്ടെന്നാണ് ലോകത്തെ ഒന്നാക്കി മാറ്റുന്നത്. അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുപറ്റി, വിദേശികൾ കയറിയിട്ട് അടിമകളാക്കാൻ തുടങ്ങി. വിദേശ ആധിപത്യത്തിൽ ഞെരുങ്ങാൻ തുടങ്ങിയപ്പോൾ കാലം എന്ത് ചെയ്തു, അതിനെയും തച്ചുടച്ചു. കൊളോണിയലിസത്തിൽ തച്ചുടച്ചു. അതാണ് രണ്ടാം ലോകമഹായുദ്ധം. അതെല്ലാം യുദ്ധത്തിലൂടെ തന്നെ ഇതെല്ലാം കടന്നിട്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ചരിത്രം എഴുതും ഇതെല്ലാം തന്നെയാണ് വെട്ടട കൊല്ലട കാലം വട്ടിയും കൊല്ലിക്കുകയും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാലം തന്നെയാണ് ഇത്തരത്തിൽ ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആ കാലത്തിൻ്റെ കഥയാണ് രാമനിലൂടെ പറഞ്ഞു വെച്ചത്. പരശുരാമനിലൂടെ ആദ്യം, പിന്നെ രാമനിലൂടെ, ഇനിയാണ് കൃഷ്ണ കാലഘട്ടത്തിലേക്ക് വരുന്നത്. നമ്മളും ഇന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ് പോകുന്നത്. ആ കഥയാണ് വേദവ്യാസം പറയാൻ പോകുന്നത്. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പം സ്ത്രീകളെ കണക്ക് മാറി നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെല്ലാം സ്ത്രീകളടക്കം തെരുവിലിറങ്ങുമ്പോൾ വല്ലവനും അകത്തായിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പുച്ഛിക്കും. ഇന്നും നാട്ടുകാർ പുച്ഛിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്ത് നിൻ്റെ ആൾക്കാരെല്ലാം എന്താ ചെയ്ത പണ്ടെന്ന് നമുക്കറിയാം. അവരെല്ലാം സാഹിബിന് സേവയും ചെയ്ത് കൊണ്ട് നടന്നിട്ട് ഇപ്പം വലിയ പൊങ്ങച്ചന്മാർ നമ്മൾ നേടിയ സ്വാതന്ത്ര്യത്തെ പൊക്കി നടക്കുകയാണ്. പണ്ട് നിങ്ങളെല്ലാം സാഹിബിൻ്റെ പിന്നാലെ നടന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നില്ല. അതിനെപ്പറ്റി തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അനുഭവം ഉണ്ടാകും. സ്വാതന്ത്ര്യ സമരം നേടിയവരുടെ ഇവരെല്ലാം ഈ യുക്തിവാദികളുടെ ഫാമിലിയെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. എത്ര പേരുണ്ടാവും? ചിലവരുണ്ടാവുമായിരിക്കും. പലവരും അതിൽ സായിപ്പന്മാരെ പക്ഷത്ത് നിന്ന് സംസാരിച്ചവർ പോലും കാണില്ലേ. എന്നിട്ട് ഇപ്പം കയറിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം തിരിച്ചും പറയും. അങ്ങനെയുള്ള മനുഷ്യരെല്ലാം ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് അർജുനൻ എന്ന് പറഞ്ഞ അർജുനന് ഒരുമാതിരി വൈമനസ്യം കണ്ട ബന്ധുക്കളെയെല്ലാം കൊല്ലാനുള്ള വൈമനസ്യമുള്ളപ്പം പറഞ്ഞത്. നാളെ നാട്ടുകാരെന്ത് പറയും? നിന്നെ പരിഹസിക്കും. ധർമ്മയുദ്ധത്തിൽ നീ നിന്റെ റോള് ഭംഗിയായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇന്ന് പരിഹാസിക്കുന്നുണ്ട്. ആ പരിഹാസം കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നുള്ള ആൾക്കാരെല്ലാം, നമ്മളെ പൂർവികരെല്ലാം, നമ്മളെ ബന്ധുക്കൾ, അച്ഛനമ്മമാരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ കയറി അങ്ങനെ ചെയ്തവരാണ്, ഇങ്ങനെ ചെയ്തവരാണ് നല്ല അടിച്ചു വിടുന്നത്. എന്തെന്ന്? ആ പരിഹാസം കേൾക്കാതിരിക്കാൻ വേണ്ടി. എത്ര മാര് പോയിട്ടുണ്ടെന്നുള്ളതെല്ലാം അത് നമ്മൾ തന്നെ നമ്മളെ പൂർവികരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അച്ഛൻ്റെ അച്ഛനോ അച്ഛൻ്റെ അമ്മയെല്ലാം സ്വാതന്ത്ര്യ സമര കാലത്തിൽ എന്താണ് ചെയ്തതെന്നൊന്ന് തിരക്കി നോക്കുക. അപ്പം കാണാം അവരെന്താണ് ആ കാലത്ത് ചെയ്തിരുന്നത്, എത്ര പേര് പങ്കെടുത്തിരിക്കുന്നു. അപ്പം നാട്ടുകാർ പരിഹസിക്കും. അതുകൊണ്ട് ആ കാലത്തിനനുസരിച്ചുള്ള ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അർജുനനോട്. അത് നമ്മുടെ കാലഘട്ടത്തിലാണ്.
മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പരിഹാസം കേൾക്കേണ്ടി വരും. ഈ കാലഘട്ടത്തിലെ കഥയാണ് വേദവ്യാസൻ അർജുനൻ എന്ന കഥാപാത്രത്തിലൂടെയെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന മഹാഭാരത യുദ്ധത്തിൽ, മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ നാളെ പരിഹസിക്കും. ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. അത് നമുക്ക് അടുത്തതിൽ പിന്നീട് വരുന്നുണ്ട്. നമ്മൾ മഹാഭാരതമല്ലേ പറയാൻ പോകുന്നത്. അപ്പോൾ അർജുനനോട് അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നെല്ലാം നമുക്ക് മനസ്സിലാവും. നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കണം എന്നല്ല, അതെല്ലാം പിന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇതേമാതിരി കൊല്ലലും എല്ലാം കൂട്ട് തന്നെയാണ് ചരിത്രം മുന്നോട്ട് പോയിരിക്കുന്നത്. അല്ലാതെ സ്മൂത്തായിട്ട് ഒന്നുമല്ല ഈ കാലം നമ്മൾ ഈ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പല ഏറ്റുമുട്ടലുകളും ത്യാഗങ്ങളും സഹിച്ചിട്ട് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വഴിക്കാണ് പോകുന്നത്. പിന്നെ പറയുന്നത് കൗരവര് അധർമ്മികളാണ് പോലും. യഥാർത്ഥത്തിൽ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ളതല്ലേ അവർ ചെയ്തിട്ടുള്ളത്. അത് തെറ്റായെന്ന് എങ്ങനെയാണെന്നെല്ലാണ് മിസ്റ്റർ രവീന്ദ്രൻ ചോദിക്കുന്നത്. ശരി തന്നെയാണ്. ഇത് വേദവ്യാസം പറഞ്ഞാണ്, മിസ്റ്റർ രവീന്ദ്രൻ പറഞ്ഞ കാര്യമൊന്നുമല്ല. വേദവ്യാസം തന്നെ എന്ത് പറയുന്നുണ്ട്, മഹാഭാരത യുദ്ധത്തിന് ശേഷം വേദവ്യാസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൗരവരായിരുന്നു ജയിച്ചിരുന്നുവെങ്കിൽ കാലം പറയുമായിരുന്നു കൗരവരുടെ ഭാഗത്താണ് ധർമ്മം. ഇപ്പം എന്താണ് ധർമ്മം? ലോകം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിലൂടെ നല്ലൊരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ ശ്രമിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ധർമ്മം മാറും. നമുക്കറിയാലോ, പണ്ട് ഗോത്രകാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാജഭരണകാലത്ത് രാജാവിനെ കൺകണ്ട ദൈവമായിട്ട് എല്ലാവരും ഓച്ചാനിച്ച് നിൽക്കണം. യുക്തിവാദി അടക്കം വന്ന് രാജാവിനെ കാണുമ്പോൾ ദൈവമായിട്ട് കണ്ടുകൊണ്ട് ഓച്ചാനിച്ച് നിന്നുകൊള്ളണം, നിന്നിരിക്കും. യുക്തിവാദികളെ പൂർവികരെല്ലാം നിന്നിരിക്കും. ഈ യുക്തിവാദി അന്ന് ജനിച്ചിട്ടുണ്ടായിരുന്നെന്ന് നിന്നിട്ടുണ്ടാവും. രാജാവിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കും. രാജാവ് എന്നാണ് ഭരിക്കുന്ന അധികാരി എന്ന അർത്ഥമേ ഉള്ളൂ. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കാണുമ്പോൾ ഇവർ അതേമാതിരി ഓച്ചാനിച്ച് നിൽക്കും. ഓച്ചാനിച്ച് നിൽക്കുന്നവരും കാണുമായിരിക്കും, വേണ്ടപ്പെട്ടവരെയും ഓച്ചാനിച്ച് നിൽക്കും. എല്ലാവരും നിൽക്കണോ? അതൊരു ധർമ്മമാണോ? അത് ധർമ്മമല്ല. അവരെ പരിഹസിക്കുകയാണ് ചെയ്യുക. അപ്പം ധർമ്മമെല്ലാം മാറുന്നുണ്ട്. ഏതാണ് ധർമ്മം? രാജാവിനെ കാണുമ്പോൾ, ഭരണാധികാരികളെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കലാണോ? അടിമ വ്യവസ്ഥിതിയാണോ ധർമ്മം? അല്ല ഇന്നത്തെ വ്യവസ്ഥിതിയാണോ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിമ വ്യവസ്ഥ കാലഘട്ടത്തിൽ അടിമകൾക്ക് അവകാശങ്ങളൊന്നുമില്ല. എന്തെല്ലാമാണോ ചെയ്തു കൊടുക്കുക. അവിടെ ധർമ്മം അതാണ്. ആ കാലഘട്ടത്തിലെ ധർമ്മം അതാണ്. ആ കാലഘട്ടം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ കുറേ ഇങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ രാജഭരണത്തിൽ രാജാവിന് നമ്മൾ ഒബേ ചെയ്തോളണം. അന്നത്തെ ധർമ്മം അതാണ്, ശരി അതാണ്. പക്ഷേ ഇന്ന് കാലഘട്ടം മാറി. ഇന്ന് ജനാധിപത്യമാണ്. അതുകൊണ്ട് ഇപ്പം ധർമ്മം കാലമനുസരിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ കാലം എങ്ങോട്ടേക്കാണോ ലോകത്തെ കൊണ്ടുപോകുന്നത് ആ വഴിയിൽ നിൽക്കുന്നതാണ് ധർമ്മം. നമ്മളെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും എന്താകുകയാണ്, നമ്മൾ വലുതായി വരുമ്പോൾ അച്ഛനും അമ്മയും ചെയ്യുന്നത് മാതിരിയൊന്നുമല്ല നമ്മളെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം അത് നമ്മളെ കാലഘട്ടമാണ്. അച്ഛനും അമ്മയും ചെയ്തതെല്ലാം നമുക്ക് പഴഞ്ചനായിട്ട് തോന്നും. പക്ഷേ അച്ഛനമ്മമാർക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നും. ഏതുപോലെ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ ചെയ്യുന്നത് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ജീവിച്ച മാതിരിയല്ല മക്കളിന്ന് ജീവിക്കുന്നത്. പക്ഷേ അതിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാലം മാറിപ്പോയി. നമ്മളെ മാതിരി തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധർമ്മികളായി മാറുകയാണ്. ആ നിലയിലേക്ക് കാലത്തെ പിന്നോട്ട് വലിക്കുകയാണെങ്കിൽ മക്കൾക്ക് വേറെ നമ്മൾ രാമകഥ തന്നെ അവതരിപ്പിച്ച് എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. ആ കാലഘട്ടത്തിലെ രാമൻ എന്ന ദൈവത്തെ ആയിട്ട് ചിത്രീകരിച്ചിട്ട് ഒരൊറ്റ ഭാര്യ, കുടുംബമായിട്ടുള്ള ഫോട്ടോ എല്ലാം ആയിട്ടാണ് ചിത്രീകരിക്കുക. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൃഷ്ണ കാലഘട്ടം വരുമ്പോൾ കൃഷ്ണൻ എന്ന ദേവനെ അവതരിപ്പിച്ച് എങ്ങനെയാണ്? ഒറ്റ ഭാര്യയായിട്ടാണ്, കളർഫുള്ളായിട്ടാണ് അവതരിപ്പിച്ചത്.
കലയായിട്ടെല്ലാം ബന്ധിപ്പിച്ചിട്ടാണ് അവതരിപ്പിച്ചത്. ഈ കാലഘട്ടമാണ്. അപ്പോൾ ദൈവത്തെ എന്താ ഒരു കാലഘട്ടത്തിലെ ദൈവം ഒറ്റ ഭാര്യയാണ് ഒരു ഭാര്യനെ മാത്രം കൊണ്ടു നടക്കുന്നതാണോ ശരിയായ ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായ അവതാരം കൃഷ്ണാവതാരമായിട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ല രാമനെയല്ല. അപ്പം കാലം മാറുന്നതനുസരിച്ച് സ്വഭാവം മാറുന്നേ. അപ്പോൾ പിന്നെ അതാണ് ശരി. അവിടെ ധർമ്മം എന്താണോ, ആരാണോ കാലത്തോടൊപ്പം മുന്നോട്ടേക്ക് നീങ്ങുന്നത് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നീങ്ങുക, അതാണ് ധർമ്മം. കാലത്തെ പിന്നോട്ടേക്ക് വലിക്കാൻ ശ്രമിക്കുന്നത് അധർമ്മമാണ്. അതായത് ഗോത്ര കാലഘട്ടത്തിലേക്ക്. അപ്പം നമ്മളിത് ചെയ്യുന്നത് ധർമ്മമാണെങ്കിൽ നമ്മളെ നാളെ മക്കൾ ചെയ്യുന്നതാണ് ധർമ്മം. നമ്മൾ അതിനനുസരിച്ച് നിന്നില്ല എങ്കിൽ നമ്മൾ അധർമ്മികളാണ്. അപ്പം ധർമ്മം കാലത്തിനനുസരിച്ച് മാറും. അതാണ് വേദവ്യാസനും പറഞ്ഞത്. കൗരവരാണ് ജയിച്ചിരുന്നുവെങ്കിൽ കാലം കൗരവരുടെ ആശയമാണ് സ്വീകരിച്ചിരിക്കുന്നത്, അതിനനുസരിച്ചാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്താണ് ധർമ്മം. നേരെ മറിച്ച് പാണ്ഡവരാണ് ജയിച്ചത്, കാരണം പാണ്ഡവരുടെ പക്ഷത്താണ് കാലമുള്ളത്. അപ്പം കാലം അത്തരം ലോകത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അതുകൊണ്ട് കൗരവർ അധർമ്മികൾ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ അപ്പോൾ കൽപ്പം ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് വേദവ്യാസം പറഞ്ഞ കാര്യം തന്നെയാണ്, അല്ലാതെ മിസ്റ്റർ രവീന്ദ്രൻ പറഞ്ഞ കാര്യമല്ല. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇത് ശാന്തനു മഹാരാജാവ് ഇങ്ങനെ നായാട്ടിന് പോകുന്ന കാര്യമല്ല, അങ്ങനെ പറഞ്ഞു പോയിട്ട് പിന്നെ വിചിത്ര വൈര്യനെ പറ്റി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ പറഞ്ഞതെന്ന് ഒന്നും ഒരു ലക്ഷ്യബോധമില്ലാതെ ഒരു കഥ പറയുന്നവരെ അങ്ങ് കഥ പോയിരിക്കുകയാണ്. എന്നാലും ആ വശവും വിചിത്ര വീര്യൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് എന്നൊന്നും എനിക്കൊരു പിടിയില്ല. കഥ എനിക്കറിയാം, മഹാഭാരതത്തിൽ ഞാൻ പണ്ഡിതനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ, കഥയിലെല്ലാം വേണ്ടി പറഞ്ഞതാണോ, അല്ല ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഇത്രയെങ്കിലും കിടക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തതാണോ, എന്തോ അറിയില്ല. എന്തിനു വേണ്ടി ഇതെല്ലാം ശാന്തനും ഇതെല്ലാം കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്നാലും ആ വിഷയത്തിലേക്കും ഞാനൊന്ന് കടക്കാം. ശാന്തനായ മഹാരാജാവ് നദീതടങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. നദീതട സംസ്കാരങ്ങളിലൂടെയാണ്. അത് രാജാവാണ്, രാജഭരണ കാലഘട്ടമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. അപ്പം വേദവ്യാസം പറയാൻ തുടങ്ങുന്ന എപ്പോഴാണ്? കൃഷ്ണന് ശേഷമാണ്, അല്ല രാമന് ശേഷമാണ്. അതായത് കൊളോണിയലിസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്, വിദേശാധിപത്യം കഴിഞ്ഞതിൻ്റെ ശേഷം, സ്വാതന്ത്ര്യം നേടിയ ശേഷമുള്ള കഥയാണ് വേദവ്യാസം പറയാൻ പോകുന്നത്. അപ്പം വേദവ്യാസം കഥ തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ കഴിഞ്ഞ കഥകൾ ചുരുക്കി ഒന്ന് പറയുകയാണ് ഇവിടെ. ശാന്തനു മഹാരാജാവ്, അതായത് ഒരു രാജാവ്, രാജഭരണമായിരുന്നു. അത് നദീതടങ്ങളിലൂടെ ഓരോ യാത്രയാണ്, നായാട്ടിന് പോകുന്ന മാതിരിയാണ് ചിത്രീകരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഓരോ രാജ്യങ്ങൾ കീഴടക്കിയാണ് വിദേശത്തെല്ലാം പോയിട്ട് കൊള്ളയടി എന്തോ ആട്ടെ അങ്ങനെയെല്ലാണ് ലോകം ഒന്നായി തീർന്നത്. ആഗോളവൽക്കരണം ഏകദേശം സാമ്പത്തികപരമായിട്ടല്ല, എല്ലാ തരത്തിലും ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളും എല്ലായിടത്തും എല്ലാം എത്തി. ലോകം കീഴടക്കിക്കൊണ്ട് രാജാക്കന്മാർ. അത് നദീതട സംസ്കാരങ്ങളിലൂടെയാണ് വളർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നദിയായിട്ട് ചിത്രീകരിച്ചത്. പണ്ട് കാലത്തെല്ലാം നദികളുടെ കീഴിലാണ് ഓരോ സംസ്കാരങ്ങൾ ഉടലെടുത്തിരുന്നത്. അതുകൊണ്ട് ഗംഗ എന്ന് പറഞ്ഞപ്പോൾ കഥയിൽ ഗംഗാദേവിയായിട്ടെല്ലാം നല്ല സുന്ദരമായ വസ്ത്രമെല്ലാം ധരിപ്പിച്ചിട്ട് കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച യഥാർത്ഥത്തിൽ ഗംഗാനദീ തടങ്ങളിലെല്ലാം തന്നെയാണ് ഓരോ സംസ്കാരങ്ങൾ ഉടലെടുത്തത് എന്ന് പറഞ്ഞതാണ്. അതെല്ലാം ആ കഥയിലേക്ക് പോകണം. അതിലേക്ക് നമ്മളെ കഥ അതിലല്ലല്ലോ വരുന്നത്. നമ്മളത് വേദവ്യാസൻ്റെ മക്കളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് രണ്ട് തരം സംസ്കാരങ്ങൾ, അതാണ് ചിത്രാംഗതനും വിചിത്രവീരനും. ചിത്രാംഗതൻ എന്നൊരു വംശമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അവർ കലകളിൽ പ്രാവീണ്യമുള്ളവരാണെന്നാണ് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ കഴിഞ്ഞ ചരിത്രവും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആദ്യം ലോകം മുഴുവൻ വ്യാപിച്ച ഒരു സംസ്കാരമുണ്ട്. അവർ ചരിത്രത്തിലും നല്ല കലാബോധമുള്ളവരും സുന്ദരമായ കെട്ടിടങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അക്കാലത്ത്. അത് മാത്രമല്ല സുഖഭോഗ തൽപരരുമായിരുന്നു. സ്വർഗത്തിൽ പോകുന്നത് തന്നെ സുഖം ആസ്വദിക്കാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ആദ്യകാലത്ത്
ലോകം കീഴടക്കിയിരുന്നത്. അവർ പക്ഷെ ക്ഷയിച്ചു പോയി, ക്ഷയം പിടിച്ചു മരിച്ചു എന്നാണ് പറയുന്നത്. അതായത് ക്ഷയിച്ചു പോയി. എന്തുകൊണ്ട്? അവർക്ക് സുഖലോക തൽപരരാണ്. അത്ര വലിയ യുദ്ധതന്ത്രങ്ങളൊന്നും അവർക്കറിയില്ല. പിന്നെ വന്നത് വിചിത്രവീര്യനാണ്. അവർ വലിയ വിചിത്രമായ വീര്യം എല്ലാം പ്രകടിപ്പിച്ച, ആയുധത്തിൻ്റെ ആരത്താണെങ്കിലും ആയുധബലത്തിൽ, ബുദ്ധിശക്തിയിൽ 10 തലയാണ്. അതുകൊണ്ടാണ് കൊളോണിയലിസത്തിൻ്റെ കഥ പറയുമ്പോൾ രാമകഥയിൽ ലങ്കയിലെ രാവണന് 10 തല. 10 തല എന്ന് പറയുന്നതിനാണ് ഇവിടെ വിചിത്രവീര്യൻ എന്ന് പറയുന്നത്. അവിടുത്തെ സാമദാനം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള രൂപമുണ്ടല്ലോ. ഒരിക്കൽ ഏത് രൂപത്തിലും വന്നിട്ട് ലോകം കീഴടക്കിയാണ് ചെയ്തത്. നമ്മൾ ഭാരതത്തിൽ വന്നിട്ട് വിദേശികൾ വന്നിട്ട് എങ്ങനെയാണ് ആദ്യം നല്ലതായിട്ട് വരും, പിന്നെ സൗഹൃദത്തിന് കച്ചവടം മറ്റേ അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ആയുധം വെച്ചിട്ട് കീഴടക്കുന്ന അവസ്ഥയിലേക്ക് വിചിത്ര വീരന്മാരാണ്. പറഞ്ഞ് അത്തരത്തിൽ നടന്നിട്ടില്ലേ ചുങ്കം തരണം മറ്റേ തരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം മക്കളെ ദത്തെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടെല്ലാം തന്നെയല്ല, പല തന്ത്രം ഉപയോഗിച്ചിട്ടാണ് കീഴടക്കിയത്. അങ്ങനെയാണ് വിചിത്ര വീരന്മാർ ലോകം കീഴടക്കിയത്. ആ ചരിത്രവും പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോഴും വിചിത്ര വീരന്മാർ നശിച്ചത് എങ്ങനെയാണ്? വേറൊരു വിചിത്ര വീരൻ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഇവിടെ 2 വിചിത്ര വീരന്മാരൊന്നും വേണ്ട, ഒരാൾ തന്നെ. അതാരാണ്? ബ്രിട്ടീഷ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് എല്ലാം കീഴടക്കിയത്. പക്ഷേ അതിലും വലിയൊരു വില്ലൻ വന്നിരുന്നു. ആര്? നെപ്പോളിയനും ഹിറ്റ്ലറും എല്ലാം കൂടി ലോകം മുഴുവൻ കീഴടക്കുക. അങ്ങേർക്ക് മറ്റേ ബ്രിട്ടീഷുകാർ കുറച്ച് സ്ഥലങ്ങൾ, ഇവർക്ക് അതുപോലെ ലോകം മുഴുവൻ കീഴടക്കണം. എന്നിട്ട് ഇത് കഴിഞ്ഞാൽ ഇനി എവിടെ പിടിക്കണമല്ല, ചന്ദ്രനിലാറ്റം പിടിക്കാനുണ്ടോ എന്നാണ് ചിന്തിച്ചുകൊണ്ട് നടന്നവരാണ്. അങ്ങനെ 2 വിചിത്ര വീരന്മാർ ഇവിടെ വേണ്ടാന്നും പറഞ്ഞ് ഇവർ തമ്മിൽ അടിപിടി കൂടിയിട്ട് അവർ നശിച്ചു. ഇവർ തമ്മിൽ അടിപിടി കൂടിയിട്ടാണ് ആ സംസ്കാരവും നശിച്ചത്. ആ യുദ്ധം അതാണ് 2ാം ലോകമഹായുദ്ധം. കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള ബ്രിട്ടീഷുകാർ ഇപ്പുറത്തെ ഭാഗത്തും വിചിത്രവീരനാണ്, മറ്റേ ഭാഗത്ത് വേറൊരു വിചിത്രവീരൻ. അവരെ തമ്മിൽ തല്ലിയിട്ട് നശിച്ചു. അങ്ങനെ കൊളോണിയലിസവും അവസാനിക്കും. ഇനിയുള്ള കഥയാണ് കൃതയുഗം ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലെ കഥയാണ് ആര് പറയേണ്ടത്? വേദവ്യാസൻ പറയേണ്ടത്. അപ്പോൾ നദീതട സംസ്കാരങ്ങളിലായതുകൊണ്ട് തന്നെ അമ്മ വന്നിട്ട് എന്ത് പറയുന്നു? മോനെ വേദവ്യാസ, ഇനിയിപ്പോൾ ഇവിടെ ലോകം നോക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ല. അതുകൊണ്ട് നീ നിന്നിലൂട്ട വേണം ഇനിയുള്ള ചരിത്രം നീ എഴുതാൻ. നിന്നിലൂട്ട വേണം ഇനി. അപ്പം വേദവ്യാസൻ്റെ മക്കളെന്ന നിലയിലാണ് നമ്മളെ എല്ലാം കണ്ടിരിക്കുന്നത്. വേദവ്യാസൻ്റെ മക്കളാണ് നമ്മളെന്ന നിലയിലാണ് നമ്മളെ 2ആയി തിരിച്ചുകൊണ്ട് കഥ പറയാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ വേദവ്യാസൻ എടുത്തിട്ട് അമ്മ വന്നിട്ട് പറയുകയാണ്, ഇനിയിപ്പം ലോകം എല്ലാം കഴിഞ്ഞ്, കൊളോണിയലിസം എല്ലാം കഴിഞ്ഞ്, ഇനിയിപ്പം നമുക്ക് പുതിയൊരു യുഗത്തിലേക്ക് പോകണം. എന്താ വഴിയെന്ന് ചോദിച്ചപ്പം വേദവ്യാസം പറഞ്ഞു, ശരി ഞാൻ മക്കളെ ഉണ്ടാക്കിയിട്ട് അതിലൂട്ട് ഇനി പുതിയ തുടങ്ങാമെന്ന്. അപ്പം അമ്മയോട് പറഞ്ഞ് ഇപ്പം സമയം അത്ര ശരിയല്ല, വേണമെങ്കിൽ യുക്തിവാദികൾക്ക് അതും പറയാമായിരുന്നു. വേദവ്യാസൻ ഇത്ര നല്ല പണ്ഡിതനാണ്, എല്ലാ ജ്ഞാനവും ഉള്ളതാണ്. അത്രയും ജ്ഞാനമുള്ള ആൾക്ക് ഇങ്ങനെ ഈ മണ്ടന്മാരല്ല, ഈ വൈകല്യം എന്നും പറയാൻ പറ്റില്ല, 2 തരം വൈകല്യമാണ്. അവരെങ്ങനെയാണ് ജനിച്ചത്? അത് അയാളുടെ കഴിവുകൊണ്ട് ശരിയ നല്ല കുട്ടികളാക്കിക്കൂടായിരുന്നു, അങ്ങേരെ കഴിവുകേടല്ലേ അത് എന്നെല്ലാം വേണമെങ്കിൽ അതൊന്നും പറയാൻ നിന്നില്ല മിസ്റ്റർ രവീന്ദ്രൻ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വേദവ്യാസം പറയുന്നുണ്ട് ഇപ്പം സമയം ശരിയല്ല, ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 കുട്ടികൾ, ഒന്ന് കണ്ണില്ലാത്തവനും മറ്റത് വിളറിയവനുമാണ്. അതായത് വേദവ്യാസനിലൂടെ ഇനി വരുന്ന കാലഘട്ടത്തിലെ മക്കൾ നമ്മളെല്ലാം തന്നെ 2 തരത്തിലുള്ളവരാണ്. ഒന്നിക്ക് കണ്ണ് കാണൂല എന്ന് പറഞ്ഞാൽ കണ്ണില്ല എന്നല്ല അർത്ഥം. കഥയിൽ വരുമ്പോൾ അങ്ങനെയാണ് പറയുക, കണ്ണില്ല എന്നല്ല. പക്ഷേ കണ്ണുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കണ്ണുണ്ടായാൽ കാണാം. ലോകത്ത് നടക്കുന്ന അധർമ്മങ്ങളെ ഒന്നും കാണാനും കേൾക്കാനുമുള്ള ഒരു കഴിവില്ലാതെ വ്യക്തികൾ, അതാണ് ഇന്ന് സമൂഹത്തിലുള്ളത്.
ഈ നാട് ആ അവസ്ഥയിലേക്ക് അധപ്പതിച്ചു. ഒരു വിഭാഗം ജനങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന ഒന്നും കാണാനും കേൾക്കാനും പറ്റില്ല. കണ്ണെല്ലാം ഇഷ്ടംമാതിരിയുണ്ട്, നല്ല 2 കണ്ണ് തന്നെ ഉണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. അവരെ കണ്ണിൽ ഇതൊന്നും ഇവിടെ നാട്ടിൽ നടക്കുന്ന അധർമ്മങ്ങളൊന്നും ഒന്നുമില്ല, ഞാൻ കണ്ടില്ല കേട്ടില്ല. ഇങ്ങനെ നടക്കുന്ന ഒരു വിഭാഗം ഇനി എങ്ങനെ നാട് നന്നാവും? രണ്ടാമത്തത് വിളറിയവൻ ഒരു ഗുണമുണ്ട്, നല്ല ധർമ്മിഷ്ഠനാണ്, എല്ലാം കണ്ടാൽ കാണാനും കേൾക്കാനും എല്ലാം കഴിയാൻ ബുദ്ധിയെല്ലാം ഉണ്ട്. പക്ഷെ വിളറിപ്പോയി, ഒരു ഗുണവുമില്ല, പ്രതികരണം ചെയ്തിട്ട് തീരെയില്ല. അതാണ് പാണ്ഡു. നമ്മൾ വിചാരിക്കുന്നത് പാണ്ഡു രോഗം പിടിച്ചവനാണെന്ന്. കഥയിൽ അങ്ങനെയെല്ലാം പറയും. അല്ലാതെ ഇതേമാതിരി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തായിരിക്കും ഇത് ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാഭാരതമെല്ലാം എടുത്ത് തീയിട്ട് ചുട്ട് കരിക്കും ഭരണാധികാരികൾ. അതുകൊണ്ട് വിളറിയവൻ എന്ത് ബുദ്ധിയെല്ലാം ഉണ്ടായാലും അവിടെ നിങ്ങളെന്താ പ്രതികരിക്കാതെ? ഇത് അല്ല ശരി തന്നെ, അവർ ചെയ്യുന്നതൊന്നും ശരി. പിന്നെ ഇനിയിപ്പം ഞാനായിട്ട് എന്തിനു ഇനി ഇറക്കുന്നത്? ഇനിയിപ്പം ഞാനായിട്ട് ഇനി അഥവാ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റോ ഇനിയിപ്പോൾ ഇവനാണ് പോയി നന്നാക്കാൻ പോകുന്നത് ബാക്കി വീട് നാട്ടിൽ. നീ പോയി മിണ്ടാണ്ട് നിൻ്റെ പണി നോക്ക്, കാരണം നീയൊന്നും വിചാരിച്ച ഈ നാട് നന്നാണ്. അതോടുകൂടി അവരാ ശരി. അത് കേൾക്കുമ്പം തന്നെ അവരും മതിയാണ്. അങ്ങനെ ഒന്ന് കാണാനും കേൾക്കാനും കഴിവില്ലാത്ത ഒരു വിഭാഗവും, മറ്റേത് വിളർത്ത എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ പ്രതികരണം ചെയ്ത് തീരെ ഇല്ലാതൊരു വിഭാഗവുമായിട്ട് ജനം തിരിഞ്ഞു. ഇങ്ങനെയുള്ള കുട്ടികളാണ് കഥയാണ് വേദവ്യാസൻ 2 തരം മക്കൾ കുട്ടിയിൽ പറയാൻ പോകുന്നത് സമൂഹത്തിൽ. എന്നിട്ട് അപ്പോഴിനി എന്താണ് സംഭവിക്കുക? കുട്ടികളുണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ പാണ്ഡുവാണ് രാജാവായത്. അങ്ങനെ മറ്റവന് കണ്ടില്ലല്ലോ. അപ്പം പാണ്ഡു രാജാവായി. പാണ്ഡു രാജാവായിട്ടുള്ള വിളർച്ചയുടെ സ്വഭാവമാണ് ഇനി പറയാൻ പോകുന്നത്. പാണ്ഡു നീതിമാനാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ ആദ്യം ഭരണത്തിലേറിയിട്ടുണ്ട് പാണ്ഡു. പക്ഷേ ഭരണം ഏറ്റെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേര് ഒരു മാനാന്ന് വെച്ചിട്ട് ഒരു അമ്പ് ചെയ്തു. പക്ഷേ മാന ആയിരുന്നില്ല, അതൊരു സന്യാസിയായിരുന്നു. സന്യാസി ഭാര്യയായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ് അമ്പ് കൊണ്ട് അതുകൊണ്ട് നീ വേറെ ബന്ധപ്പെടുകയാണെങ്കിൽ നീ എന്തായി പോകും, മരിച്ചു പോകും എന്നെല്ലാം പറഞ്ഞൊരു ശാപമെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയല്ലോ. അബദ്ധം പറ്റിയത് കൊണ്ട് അദ്ദേഹം വിചാരിച്ചു ഇനി ഞാൻ തെറ്റ് ചെയ്ത് ഞാൻ ഭരിക്കാനിരിക്കുന്നത് ശരിയല്ല, ഇട്ടെറിഞ്ഞിട്ട് ഓടി. അതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം കുറ്റക്കാരനെന്നുള്ള അറിയാതെ പറ്റിപ്പോയതാണ്. മാനാണെന്ന് വെച്ച് അമ്പ് ചെയ്തതാണ്. അതൊരു വലിയ കുറ്റമൊന്നുമല്ല, രാജാവാണ്. പക്ഷേ എന്തുണ്ട്, ധാർമ്മിക ഉത്തരവാദിത്വം ഇവർക്ക്. ഈ ധാർമ്മികം കുറച്ച് കൂടുതലാണ്. ഈ ബുദ്ധിമാന്മാർക്ക് സത്യം ധർമ്മത്തിനനുസരിച്ചിരിക്കുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ ധാർമ്മിക ഉത്തരവാദിത്വം. പണ്ട് ആദ്യകാലത്തിൽ ഭരണം ഏറ്റെടുത്തവരെല്ലാം എങ്ങനത്തെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. പാണ്ഡുവിനെ പോലെ നല്ല ബുദ്ധിമാന്മാരും ധർമ്മിഷ്ഠരും എല്ലായിരുന്നു. അമേരിക്കയിലെല്ലാം ഏറ്റെടുത്തിരിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് എന്താണെന്ന് വെച്ചാൽ നല്ല വലിയ കഴിവുള്ളവരാണ്. ഇന്ത്യയിൽ തന്നെ രാഷ്ട്രപതിയായിട്ട് രാജേന്ദ്ര പ്രസാദ് ആരെല്ലോ ആണല്ലോ. പിന്നെ ചരിത്രമെല്ലാം മറത്തുപോയി. പിന്നെ നെഹ്റു, ഇവരെല്ലാമാണല്ലോ ആദ്യം ഭരിച്ചിരുന്നത്. നല്ല കഴിവുള്ളവരെയെല്ലാം പിടിച്ചിട്ട് തന്നെയാണ് ഭരണഘടന ഉണ്ടാക്കാനുള്ള ആളെയെല്ലാം ആക്കിയാൽ എല്ലാം കഴിവുള്ള നല്ല ആൾക്കാർ തന്നെയാണ്. പക്ഷേ അവർക്ക് അധികാരമൊന്നും നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അന്നത്തെ റെയിൽവേ വകുപ്പ് മന്ത്രിയെല്ലാം എവിടെയെങ്കിലും ഒരു റെയില് ഇന്ന് കേരളത്തിലെ പലതുമായ പണിക്ക് ഒരു റെയില് പാളം തെറ്റിപ്പോയ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കും. ഇട്ടറിഞ്ഞ ഒറ്റ പോക്കാണ്. എന്നാൽ ഇന്നുള്ള റെയിൽവേ മന്ത്രിയുടെ തലയിൽ
ട്രെയിന് മറിഞ്ഞു വീണാലും അതിൻ്റെ അടിയിൽ കിടന്നിട്ട് പോലും ഞാൻ രാജിവെക്കില്ല എന്ന് പറയുന്ന കാലഘട്ടമാണ്. അപ്പം നീതിമാന്മാർക്ക് ഇരിക്കാൻ പറ്റില്ല. ആദ്യ കാലഘട്ടത്തിൽ തുടക്കത്തിൽ പാണ്ഡവർ തന്നെയാണ്, പാണ്ഡുവാണ് ആദ്യം ഭരണം ഏറ്റെടുത്തതെങ്കിലും വിളറിയവനാണ്. എന്തൊരു ചെറിയ മിസ്റ്റേക്ക്, അബദ്ധത്തെ പറ്റിപ്പോയത്. ഭരണം നടത്തുമ്പോൾ അബദ്ധത്തെ പറ്റുമല്ലോ. ഈ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്തെങ്കിലും തെറ്റെല്ലാം ചെയ്തു പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടെന്ന് സംഭവിച്ചാൽ ധാർമ്മികപരമായിട്ട് രാജിവെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ ആരാ നല്ല ആൾക്കാർ അങ്ങനെയുള്ളവരെ ഭരിക്കാൻ അടപ്പിക്കുക? പിന്നെ കിട്ടുന്ന ആൾക്കാർ എങ്ങനത്തെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഒരു ധാർമ്മിക ബോധവും ഇല്ലാത്തവരാണ് പിന്നെ അവിടെ ഇരിക്കാൻ യോഗ്യത. അതുകൊണ്ട് അതാണ് വളരെ പോലെ എന്നെല്ലാം പറയുന്നത്, ഇട്ടെറിഞ്ഞോടി. പക്ഷേ ശാപമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൽ പിന്നെ വിമർശിച്ച ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് 5 മക്കളാണ്. 3 പേര് ഒരു സ്ത്രീയിലും 2 പേര് വേറൊരു സ്ത്രീയിലും. അപ്പോൾ അവിടെ വിമർശിച്ചിട്ടുണ്ട് കുറച്ച് മിസ്റ്റർ രവീന്ദ്രൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പാണ്ഡുവിൻ്റെ മക്കളല്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പണ്ട് അർജുനനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു കൃഷ്ണൻ പറയുന്നത്, നീയൊന്നുമല്ല കൊള്ളുന്നത്, ഞാൻ ഈ മക്കളുടെ മുമ്പിൽ കൊന്നു വിട്ടിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന ഒരു കാര്യമല്ല അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതെല്ലാം നീയെല്ലാം വെറുതെ ഒരു ചടങ്ങിനാണ് എന്നല്ല. ഇതിൻ്റെ അർത്ഥങ്ങളിലേക്കാണ് ഡബ്ല്യു പോകേണ്ടത്. അപ്പോൾ നമുക്കതിലേക്ക് അടുത്തത് കടക്കാം. അപ്പോൾ മക്കളെല്ലാം ഉണ്ടാകുന്നത് പാണ്ഡുവിൻ്റെ മക്കളല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം തന്നെ ഒരൊറ്റ പിതാവിൻ്റെ കഥാപാത്രങ്ങളിലല്ല. ഇതെല്ലാം ഗ്രഹങ്ങളാണ് സൃഷ്ടി നടത്തുന്നത്. എങ്ങനെയെന്നാൽ നമ്മളെ മക്കളൊന്നും നമ്മുടെ മക്കളല്ല. കാരണം ജനിതക ഘടനയാണ്. ഈ ജനിതക ഘടന, നമ്മിലുള്ള ജനിതക ഘടനയാണ് നമ്മളായി മാറിയത്. ഈ ജനിതക ഘടന നമ്മളെ പൂർവികരിൽ നിന്ന് വരുന്നതിനെ യോജിച്ചുണ്ടാകുന്നതാണ്. ഇത് പൂർവികരിലൂടെ കൈമാറി നമ്മളിലൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതൊന്നും നമ്മളതല്ല, നമ്മൾ കാരിയർ മാത്രമാണ്. അപ്പോൾ പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഏതൊരു പ്ലാന് വേണം. സിസ്റ്റം അപ്രോച്ച് എന്ന് പറയും ആധുനിക സയൻസിലെ. ഏതൊരു സിസ്റ്റം അപ്രോച്ചിലെ വ്യാഖ്യാനിക്കാൻ പറ്റും. എന്ത് സിസ്റ്റത്തിനും ആദ്യം ഒന്നുണ്ട്, ഒരു പ്ലാനുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാനാണ് പിന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം സൃഷ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ലക്ഷ്യമാണ്. അതായത് സുന്ദരമായ ഒരു ലോകമുണ്ടാക്കണം. ലോകാവസാനത്തിൽ ലോകം മുഴുവൻ ഒരൊറ്റ തറവാടായിട്ട് വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാ ജ്ഞാനവും തികഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കണം. അതാണ് ഇതിൻ്റെ ഓബ്ജക്റ്റീവ്. ആ സിസ്റ്റത്തിൻ്റെ, ഈ പ്രപഞ്ചം എന്ന സിസ്റ്റത്തിൻ്റെ ഓബ്ജക്റ്റീവ്. അതിന് പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. പിന്നെയുള്ള പുരോഗതികളെല്ലാം മനുഷ്യരിലൂടെ 4 ഘട്ടങ്ങളിലൂടെ ഭൂമിയിൽ നടപ്പാക്കുന്നു. അതാണ് കൃതയുഗം, ത്രോതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഗോത്രകാലഘട്ടം, കൊളോണിയലിസം. ഇതിലൂടെയെല്ലാം ലോകം വികസിച്ച് വരികയാണ്. അവസാനം സുന്ദരമായൊരു ലോകം ഉണ്ടായി മാറും. ആ കർമ്മത്തിൽ പങ്കെടുക്കാനാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മളെ സൃഷ്ടിക്കുന്നതിന് ആ പ്ലാനിൽ തന്നെയുണ്ട് നമ്മളെ സൃഷ്ടി. അപ്പോൾ ഓരോ കാലഘട്ടത്തിന് യോജിച്ച കുട്ടികളെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് യോജിച്ച ക്രോമസോമുള്ള വ്യക്തികളെ തമ്മിൽ പുരുഷനെയും സ്ത്രീയും യോജിപ്പിച്ചിട്ട് അതിൽ തന്നെ എന്തുണ്ട്. അപ്പോൾ ഒരു കഴിവുള്ള ഒരു കുട്ടിയെ വേണമെങ്കിൽ, പ്രത്യേക കഴിവുള്ള, ഒരു നല്ല പാട്ട് പാടാനും നല്ല ഡാൻസ് ചെയ്യാനും കഴിവുള്ള ഒരു പെൺകുട്ടി വേണമെങ്കിൽ പിതാവിനും പാട്ട് പാടാനുള്ള ക്വാളിറ്റിയുള്ള ജീൻ ഉണ്ടാകണം, മാതാവിൽ നൃത്തം ചെയ്യാനുള്ള കഴിവുള്ള ജീൻ ഉണ്ടാകണം. അങ്ങനെയുള്ള മാതാപിതാക്കളെ യോജിപ്പിച്ചിട്ടാണ് കാലം. അതിൽ തന്നെ എത്രയോ ക്രോമസോമുകൾ വ്യത്യസ്തമായ
എന്തുണ്ട്? ബീജങ്ങളുണ്ട്. അതിൽ നിന്നും ഈ വേണ്ടതിനെ എടുത്ത് യോജിപ്പിച്ചിട്ടാണ് ആ കുട്ടി ഉണ്ടാക്കുന്നത്. അത്രയും വലിയൊരു സിസ്റ്റമാണ് അവിടെ നടക്കുന്നത്. ഇതെല്ലാം ഉൾക്കൊള്ളാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് ഓരോ വ്യക്തിയെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ജീനുകളെല്ലാം കൈമാറി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുണ്ടാകാതെ മരിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റുന്നു? നമ്മളെ പൂർവികർ കോപിക്കുന്നു, അവർക്ക് മോക്ഷം ലഭിക്കില്ല. കാരണം പൂർവികരെ ഏൽപ്പിച്ചതാണ് അടുത്ത ആളെ കൈമാറാൻ. എത്രയോ ജനിതക ഘടനകളുള്ള സ്വഭാവവിശേഷമുള്ളതിനെ പൂർവികർ നമുക്ക് തന്നു. നമ്മളത് വേറെയാൾക്ക് കൊടുത്ത് ഭാവി തലമുറയിലേക്ക് വേണ്ട അച്ചുകളാണ് ഇതിനകത്തുള്ളത്. അതിലൂടെയാണ് പുതിയ സൃഷ്ടി നടക്കുന്നത് കാലത്തിനനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ആ പ്ലാൻ അനുസരിച്ച് തീരുമാനിച്ചതാണ്. ഇത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ വേറൊരു കാര്യം പറയാം. നമ്മളെ സ്വഭാവ വിശേഷങ്ങൾ നമ്മളെ ജീനുകളിലാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ മുതലുള്ള എല്ലാ വളർച്ചയുടെയും ആ ക്രോമസോമുകളിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രോഗ്രാം. അത്രയും വലിയൊരു പ്രോഗ്രാം നമ്മളെ ജനിതക ഘടനയിലുണ്ട്. അതിനനുസരിച്ചാണ് വളർച്ച സംഭവിക്കുന്നതും നമ്മൾ ഇത്ര മാസത്തിൽ മുട്ടുകുത്തുന്നതും. നമ്മൾ വളർന്ന് 4 യുഗങ്ങളിലൂടെ, 4 യുഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, ആദ്യം കുട്ടിയായിട്ട് പഠിക്കാൻ, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടമാണ്. ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള കാലഘട്ടമാണ്. ലോകത്തെ മനസ്സിലാക്കാനുള്ള കാലഘട്ടമാണ്. പഠിക്കേണ്ട കാലഘട്ടമാണ്. ബ്രഹ്മചര്യം കഴിഞ്ഞാൽ കുടുംബം, ജോലി ചെയ്യുക, കർമ്മം ചെയ്യുക, അതാണ് ബ്രഹ്മചര്യം. ഗൃഹസ്ഥാശ്രമം. അത് കഴിഞ്ഞ് മക്കൾ വരുമ്പോൾ നമ്മൾ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് അടുത്ത തലമുറക്ക് കൈമാറുന്ന കാലഘട്ടം, അതാണ് വാനപ്രസ്ഥം. പിന്നെ സന്യാസം, തിരിച്ചു പോവുക. ഇങ്ങനെ 4 യുഗങ്ങളിൽ മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഏത് കാലഘട്ടത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഇന്ന വയസ്സിൽ ഇന്ന ചെയ്യുമെന്ന് ഏകദേശം എല്ലാം പറയാൻ പറ്റും ഓരോ കാലഘട്ടത്തിൽ. കാരണം അത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ജീനുകളിൽ. ആ ജീനുകളിലെ പ്രോഗ്രാം അനുസരിച്ചാണ് നമ്മളെ ബുദ്ധി വികസിക്കുന്നതും നമ്മൾ കലാകാരന്മാരാകുന്നതും. നമ്മളെ അതിൻ്റെ വൈകല്യങ്ങളാണ് നമ്മൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനെല്ലാം കാരണം. അപ്പോൾ ഇതെല്ലാം പ്രോഗ്രാമാണ്. അതിനനുസരിച്ചാണ് 4 യുഗം പോകുന്നത്. അതേപോലെ തന്നെയാണ് കാലവും 4 പ്രോഗ്രാം അനുസരിച്ചാണ് പോകുന്നത്. കൃതയുഗം, കൊളോണിയലിസം, ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, ഇന്നത്തെ കാലഘട്ടം, പിന്നെ അവസാനം ഒരു വസുദേവ കുടുംബം ഉണ്ടാകും. ആ കുടുംബമാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ പ്രളയം നടക്കും. പ്രളയം നടക്കുമ്പോൾ എന്താണ് മനുഷ്യൻ ചെയ്യുന്നത്? അവന് നേടിയ ജ്ഞാനം മുഴുവൻ അവൻ കൊണ്ടുപോകും. അത് പ്രളയം നടക്കുമ്പോൾ ബോട്ടിലാകാം, ബഹിരാകാശത്താകാം. അതെല്ലാം വേദങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പൂർവികരെല്ലാം ബഹിരാകാശത്ത് താമസിച്ചവരാണ്. നിങ്ങളവിടെ പോയിട്ട് സുഖമായിട്ട് താമസിക്കുന്നു എന്നെല്ലാം വേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരെവിടെയാണ് പോയിട്ട് ഇറങ്ങിയത് അത് ചരിത്രത്തിലും അത് കണ്ടെത്തിയിട്ടുണ്ട്. അവരിറങ്ങുകയും തിരിച്ചു വന്ന് ഇന്നും നാളെ ഒരു പ്രളയം നടക്കുകയാണ്. മനുഷ്യൻ ചെയ്യുക എന്താ? ഇതുവരെ മനുഷ്യൻ നേടിയ ജ്ഞാനം മുഴുവൻ കൊണ്ടുപോവുകയാണ് ചെയ്യുക. കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിട്ട് അവർക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? എഴുതി വെക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ക്രോസിനൊന്നും ഉണ്ടാക്കാനോ റോക്കറ്റ് ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല. നമുക്കറിയാലോ, ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ട് കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് എല്ലാം നശിച്ചു പോയി. അവൻ ലോകം മുഴുവൻ നശിച്ചാലോ എന്താണ് അവസ്ഥ? അവസാനം തിരിച്ചു വരുന്ന മനുഷ്യൻ എന്തായിരിക്കും? പ്രാകൃത മനുഷ്യനായിട്ട് ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ ആയുർവേദം മാത്രമേ, സസ്യങ്ങൾ മാത്രമേ അവരുടെ സഹായത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആയുർവേദം അവനറിയാതെ കൊണ്ടൊന്നുമല്ല, ക്ലോസിനുണ്ടാക്കാനൊന്നും അവനറിയാതെ കൊണ്ടൊന്നുമല്ല. അവനിതെല്ലാം എഴുതി വെക്കാനേ പറ്റുള്ളൂ. അങ്ങനെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളാണ് ഈ വേദങ്ങളും. കഥരൂപത്തിൽ അവതരിച്ചതാണ് ഈ ഹിസ്റ്ററി മുഴുവൻ. അവന് പറയാൻ പറ്റും. കാലം അവർ കടന്നു കേട്ട കാലഘട്ടം ചരിത്രം പഠിച്ചവരാണ്. അത് അവരിങ്ങനെയേ പോവുകയുള്ളൂ. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും അധികം ചിന്തിക്കാനൊന്നുമില്ല. അപ്പോൾ അതിലൊന്നും നമ്മളിൽ എന്താണ്? അതിലൊരു കരുക്കൾ മാത്രമാണ്. ആ സത്യമാണ് കൃഷ്ണൻ നമ്മുടെ അർജുനനോട് പറയുന്നത്.
നിന്നെ സൃഷ്ടിച്ചത് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുക. ഏത് യുദ്ധം? അത് അടുത്ത പറയാൻ പോകുന്നുണ്ട് നമ്മൾ. ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് നിന്റെ കർമ്മം. അത് നീ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക, അല്ലേ നിന്നെ ലോകം പരിഹസിക്കും. അതാണ്. അപ്പോൾ ഈ ജനിച്ച കുട്ടികളെല്ലാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലൂടെയല്ല കുട്ടികൾ ജനിക്കുന്നത്. കാലം തീരുമാനിച്ചിട്ട് ആ കാലത്തിൻ്റെ ജനിതക ഘടനയാണ് ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറി വരുന്നു. നമ്മളറിയാതെ തന്നെ നമുക്ക് ജീനുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ജീനുകളെ നമ്മൾ കൈമാറുന്നു. ഇതിനെപ്പറ്റിയൊന്നും നമ്മളറിയുന്നില്ല. ശാസ്ത്രം കുറേ അന്വേഷിച്ചപ്പോൾ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു കാരിയർ മാത്രമാണ്. കാരിയറും അതിനെല്ലാം എത്രയോ ജനിതക ക്വാളിറ്റിയുള്ള ജീനുകളെയാണ് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചെടുത്ത് പ്രയോഗിക്കുന്നു, നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നു, ബാക്കിയെല്ലാം അടുത്ത തലമുറക്ക് കൈമാറുന്നു. അപ്പോൾ ഇതെല്ലാം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് വായു ഭഗവാനും മറ്റേതുമെല്ലാം ഓരോ കുട്ടികളുടെ ആ സ്വഭാവം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വായുവിനെല്ലാം ഓരോ ഗ്രഹങ്ങളുമായിട്ട് കാരകത്വമുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് ജനിക്കുന്നത്. അതാണ് ജ്യോതിഷത്തിൽ. ഇതെല്ലാം കുറേ കോംപ്ലിക്കേറ്റഡ്. അതെല്ലാം ശാസ്ത്രലോകം അതിൻ്റെ അകത്ത് ഇറങ്ങിച്ചെല്ലുമ്പോൾ അന്തം വിട്ടുപോയി. എങ്ങനെയാണ് നമ്മളെ നാടികളിലൂടെ അതെല്ലാം കടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അങ്ങോട്ട് തോന്നിയാണ്. ഇത് പ്രോഗ്രാം തീരില്ല. അതുകൊണ്ട് ഇതാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം. അതെല്ലാം നമുക്ക് പിന്നീട് വേദങ്ങളിലോട്ട് ഞാൻ ഇതെല്ലാം പലപ്പോഴായിട്ട് ഓരോ സെക്ഷനായിട്ട് ഓരോന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും പറയുന്നതാണ്. വേദങ്ങൾ ആദ്യം തൊട്ട് തന്നെ പഠിപ്പിക്കുന്ന തരത്തിലാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളൊന്നും വേദം തന്നെ പറയുന്ന എന്താണ്? ഒരാളെ രണ്ടുപേരെ കല്യാണം കഴിപ്പിക്കുന്നത് അച്ഛനും അമ്മയും അല്ല, മോളെ കല്യാണം കഴിപ്പിക്കുന്നത് ഗ്രഹങ്ങളാണ്. കാരണം അതിന് അതിൻ്റേതായ കുട്ടികളെ ജനിപ്പിച്ചെടുക്കണം നാളത്തെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അതങ്ങനെ പോകട്ടെ. അപ്പോൾ കുട്ടികളുണ്ടാവുന്നു. 2 ഭാര്യമാരിലൂടെ ആർക്ക്? പാണ്ഡുവിന്. ഒന്നിലൂടെ 3 മക്കളും ഒന്നിലൂടെ 2 മക്കളും. അതിനെപ്പറ്റി അടുത്തതിൽ പറയാം. പാണ്ഡു എന്ന് പറയുന്നത് വളറിയ വിഭാഗത്തിൽ കാണാനും കേൾക്കാനും ചിന്തിക്കാനും കഴിവെല്ലാം ഉണ്ട്. പക്ഷേ വിളർച്ചയുണ്ട്. ആ വളർച്ചയുള്ള വിഭാഗത്തിലുണ്ടായ മക്കളെ 5ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. 1 ഭാര്യയിൽ 3, 1 ഭാര്യയിൽ 2. 1 ഭാര്യയിൽ 3 എന്ന് പറയുമ്പോൾ ധർമ്മപുത്ര, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കേണ്ടത്. അവരാണ് ബുദ്ധിമാന്മാർ. ശരി തെറ്റുകൾ തിരിച്ചറിയാനും എല്ലാം വ്യാഖ്യാനിക്കാനുള്ള കഴിവുള്ളവരാണ് ധർമ്മപുത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബുദ്ധിപരമായി ശരി തെറ്റുകളെ തിരിച്ചറിയാനും ധർമ്മത്തിനനുസരിച്ച് നീക്കാൻ കഴിവുള്ളവരാണ് ധർമ്മപുത്രർ. ഒരു രാഷ്ട്രത്തിൽ പാർലമെൻറ്റ്, നിയമസഭ എന്ന് പറയുന്നതിന് സമാനമാണ്. ചിന്തകർ, അതെല്ലാം ധർമ്മപുത്രത്തിൽ വരുന്നതാണ്. രണ്ടാമത്തത് രാഷ്ട്രത്തെ നയിക്കാനുള്ള എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ ക്ഷത്രിയർ. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ. രാഷ്ട്രത്തെ നയിക്കാൻ ധീരരായ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ കക്ഷികളെയാണ് അർജുനൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ശരീരഫലം കൊണ്ട്, ശക്തി കൊണ്ട് അധ്വാനിക്കുന്നതുകൊണ്ട്. അവരെല്ലാം വൈശ്യരാണ്. ബാക്കി എല്ലാ വിഭാഗവും അധ്വാനം കൊണ്ട്, ശരീരം കൊണ്ട്, ബുദ്ധിപരമായിട്ടല്ല. ബുദ്ധിപരമായിട്ടുള്ളത് ധർമ്മവും. ഈ നയിക്കുവാൻ കഴിവുള്ളവർ അർജുനൻ. മൂന്നാമത്തത് ശരീരശക്തി. ഈ 3 ഗുണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ 3 ഗുണങ്ങൾ അതാണ്. പിന്നെയുള്ള 2 എണ്ണമാണ് വേറൊരു ഭാര്യയിൽ പറയുന്നത്. അത് ന കുലവും സഹദേവനുമാണ്. ന കുലം എന്ന് പറഞ്ഞാൽ കുലമില്ലാതിരിക്കുക, വിഭാഗീയത ഉണ്ടാകാതിരിക്കുക, ലോകത്തെ മുഴുവൻ ഒന്നായി കാണാനുള്ള കഴിവ്. അതാണ് ന കുലം. ലോകത്തെ ഒന്നായി കണ്ടുകൊണ്ട് സഹദേവൻ, സഹവാസമാണ്. നല്ല ജനങ്ങളുമായിട്ടുള്ള സഹകരണവുമായിട്ട്. കാരണം ലോകം ഒരൊറ്റ തറവാടായിട്ട് എല്ലാവരും സഹകരിച്ചു കൊണ്ടുപോകുന്ന, അത് രണ്ടും പുറത്തെ ക്വാളിറ്റിയാണ്. ഈ 5 ഗുണങ്ങളുള്ളവർക്കാണ് ഈ ലോകം അവകാശപ്പെട്ടത്.
അതായത് ഈ 5 ഗുണങ്ങളുള്ളവരെ കൊണ്ട് വേണം ലോകം മുന്നോട്ടേക്ക് പോകുക. എന്നാൽ മറുവശത്തുള്ളത് കുരുടരായ, കാണാനും കേൾക്കാനും കഴിവില്ലാത്തവരുടെ തലപ്പത്തിരുത്തും. അവരാണ് തലപ്പത്തിരിക്കുക. എന്നിട്ട് കീഴെയുള്ളത് ദുര്യോധനൻ, നമ്മുടെ എല്ലാ ദുര്യോഗങ്ങൾക്കും കാരണം. രണ്ടാമത്തെ മകൻ ദുശാസനൻ. ദുശാസനം ദുർഭരണമാണ് നമ്മുടെ ദുര്യോഗങ്ങളും എല്ലാത്തിനും കാരണം. ഇതിൻ്റെ പിന്നിൽ കിടന്ന് ശകുനിമാരും എല്ലാം കൂടി കളിക്കും. മുകളിൽ കണ്ണില്ലാത്തവനെ പിടിച്ചിരുത്തും. ഇങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഉണ്ടാകുന്നത്. ഇവരെ നയിക്കുന്നതോ ചൂതുകളി. ചൂതുകളിയിലൂടെയാണ് ലോകം പിന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ധർമ്മത്തിനനുസരിച്ച്, സത്യധർമ്മത്തിനനുസരിച്ച് ഉണ്ടാകുന്ന ഈ പാണ്ഡവർക്ക് എന്ത് പറ്റുന്നു? അവരെ ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല. ആ സ്ഥാനത്തിൽ ഇരിക്കണ്ടെങ്കിൽ സ്ഥാനത്തിൽ ഇരിക്കുന്നവരുണ്ട്. ആരാണ്? ഭീഷ്മർ. എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ്. പക്ഷേ ആ സീറ്റിൽ ഇരുന്നിട്ട് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാം സമ്മതിച്ചു കൊടുക്കുക, എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒപ്പിട്ട് കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ കഴിവൊന്നും അവിടെ ഇല്ല. ഗുരുവും പഠിപ്പിക്കുന്ന ഗുരുദാനന്മാരും എല്ലാം പണ്ഡിതന്മാരാണ്. പക്ഷേ അവരെ അംഗീകരിച്ചു കൊണ്ടുപോയിക്കോളണം. അല്ലാത്തവരാണെങ്കിൽ ഔട്ട്. ഇപ്പം ഇന്ന് തന്നെ ഒരു പോലീസിൻ്റെ തലപ്പത്ത് ഒരാളാണ്, പോലീസ് സ്റ്റേഷൻ്റെ ചാർജ്, നല്ലൊരു ധീരനായ സത്യസന്ധനായ ഒരു പോലീസ് ഇൻസ്പെക്ടർ ഇരുത്തിയാൽ എന്തായിരിക്കും ഫലം? നമ്മുടെ RT ഓഫീസിൻ്റെ തലപ്പത്ത് നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനെ ഇരുത്തിയാൽ എന്തായിരിക്കും ഫലം? കടന്നൊന്നും പറയുന്നില്ല, എല്ലാം സ്വയം ചിന്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഉള്ള അവസ്ഥയിലാണ് ആരിരുന്നിരുന്നത്? എല്ലാം തിരിഞ്ഞ ഭീഷ്മരുടെ ഉത്തരവാദിത്തം ആ കസേലയോട് മാത്രമാണ്. മുകളിലിരിക്കുന്നത് കണ്ണില്ലാത്ത ആൾക്കാർ, ഒന്നും കാണാനും കേൾക്കാനും കഴിയില്ലാത്ത. പിന്നിൽ നിന്ന് കളിക്കുന്നത് ശകുനികൾ. കളിക്കുന്ന കളി എന്താണ്? കള്ളച്ചൂതുകൾ. പാണ്ഡവർക്ക് കൊടുത്തിരിക്കുന്ന എന്തായിരുന്നു? ഒന്നിനും കൊള്ളാത്ത സ്ഥലം കൊടുത്തു. അവിടെ കയറിയിട്ട് അവരുടെ കഴിവ് കൊണ്ട് നല്ലൊരു കൊട്ടാരം ചെയ്തപ്പോൾ അതിലും കൂടി അടിച്ചു മാറ്റി ചൂതുകളിയിലൂടെ. അപ്പോൾ ഇതാണ് കാലത്തിൻ്റെ പ്രത്യേകത. ഒരു സൂചി കുത്താൻ തരം കൊടുക്കാത്ത തരത്തിൽ അവർ ഓടി. എന്നിട്ട് ചൂതുകളി. വേദം തന്നെ പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ ചൂതുകളി മതിയാക്കൂ. 100 വർഷകാലം വരെ ജീവിക്കാനൊന്നും പറ്റില്ല ചൂത് കളിച്ചു കഴിഞ്ഞാൽ. അമിതമായ പണസമ്പാദനത്തിന് വേണ്ടി ഓടി നടക്കരുത്. എന്താണ് ചൂതുകളി ഇന്നത്തെ ലോകത്തിൽ നടക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ഷെയർ മാർക്കറ്റിൽ എന്താണ്? ഭരണാധികാരി ഒന്ന് തുമ്മിയാൽ ഷെയർ ഡിമ്മിൽ താഴത്തോട്ടേക്ക്. ഭരണാധികാരി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഭരണാധികാരി ചിരിച്ചു, ഷെയർ മാർക്കറ്റ് തന്നെ. ഇതെന്തോ ഒരു മെക്കാനിസം, ഒരു പിടിയും കിട്ടാതെ സംഗതിയാണ്. രാജാവിനെ പരിപിടിച്ചു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് റെഡി. രാജാവ് നല്ലോണം ഉത്സാഹത്തിൽ ഇരിക്കുകയാണ്, ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷെയർ മാർക്കറ്റ് കൊടുക്കും. എന്തൊരു തരം സാധനമാണെന്ന് ഒരു പിടി. പണ്ട് നമ്മളെല്ലാം TV ഉണ്ടാക്കിയിരുന്നു. TV ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാങ്ങിയിട്ട് ലേബിൾ ഒട്ടിച്ചിട്ട് തോന്നുന്ന പൈസക്ക് വിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലം, വലിയ സ്ഥലം ഉണ്ടെങ്കിൽ ചെറിയ പൈസ പോയിട്ട് എടുക്കും. റോഡുണ്ടാവില്ല, വലിയ റോഡൊന്നുമില്ല, നടപ്പാതെ ഉണ്ടാവില്ല. പിന്നെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് 1000 ഉറുപ്പ്യക്ക് സെൻറ്റിന് വാങ്ങിയാണെങ്കിൽ ഒരു റോഡ് വെക്കുക. റോഡ് വെട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ വില എന്തായി? 1000 എന്നുള്ളത് 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം, 50 ലക്ഷം എല്ലാം കണ്ടു മാറും. പിന്നെ ഭയങ്കര പൈസേൻ്റെ വെച്ചുള്ള കളികളാണ്. അതാണ് വേദം പറഞ്ഞത്, ചൂതുകളി മതിയാക്കും, അധ്വാനിക്കും, പ്രൊഡക്ഷൻ ചെയ്യൂ.
അങ്ങനെ പാണ്ഡവരല്ല ഏതെല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പാണ്ഡവരല്ല ഔട്ട്. അപ്പോൾ ഇതാണ് അവസാനം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക്, ലോകമഹായുദ്ധത്തിന് അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിലേക്ക് ഈ ചൂതുകളിയാണ് നയിക്കുന്നത്. സ്ത്രീകളെ അവഹേളിക്കുന്നതെല്ലാം അവിടെ കാണാം. വസ്ത്രാക്ഷേപം സ്ത്രീകളെയെല്ലാം സുഖഭോഗ വസ്തുക്കളായിട്ടാണ് കണ്ടിരുന്നത്. അവരുടെ മാനം രക്ഷിച്ചത് എന്തോ കാലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്ന് കൃഷ്ണൻ ഒരു സാരി ഇട്ട് കൊടുത്തതായിട്ട് കാണുന്നത്. അല്ലാതെ കൃഷ്ണനൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം അവരുടെ കാലഘട്ടമാണ്, കാലം അവരോടൊപ്പാണ്. അല്ലാതെ കൃഷ്ണനെ എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ മാനമൊന്ന് രക്ഷിച്ചു കൊടുത്തു. കാരണം എന്തോ കാരണങ്ങൾ കൊണ്ട് ഇവരുടെ എല്ലാം മാനം കുറച്ച് രക്ഷപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. സ്ത്രീകളുടെ എന്തോ ആ കൃഷ്ണൻ്റെ ആ കാലത്തിൻ്റെ എന്തോ ഒരു ദയ കൊണ്ട് അവരുടെ മാനം രക്ഷിക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അതാണ് എന്ത് പറ്റിയ അപ്പോൾ പിന്നെ ഇദ്ദേഹം മറ്റേ മിസ്റ്റർ രവീന്ദ്രൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ ചൂതുകളിൽ അതിനെ കുറ്റം പറയാൻ എന്താ പറ്റുക? പാണ്ഡവർ പോയി കളിച്ചതിന് കൗരവരെ കുറ്റം പറയുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. അത് മിസ്റ്റർ രവീന്ദ്രൻ ചോദിച്ചൊന്നല്ല, വേദവ്യാസം തന്നെ ഈ ദ്രൗപതിയിലൂടെ എല്ലാം ചോദിപ്പിക്കുന്നുണ്ട്. എന്തിനാ ചൂത് കളിക്കാൻ പോയത്? ചൂത് കളിക്കാൻ പോയിട്ടിരിക്കുകയല്ലേ. ആരാ ചൂത് കളിക്കാതെ? EMS ഭരണത്തിൽ കയറി ആദ്യം നടപ്പാക്കിയ ചൂത് കളിയാണ് ലോട്ടറി. ഒരു തരം ചൂത് കളി തന്നെയാണ്. ഇപ്പം ചൈനീസ് റഷ്യ എന്തായിരുന്നു ഇതുവരെ കമ്മ്യൂണിസം എന്നെല്ലാം പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ എന്താണ് ശരിയായ കച്ചവടക്കാരൻ്റെ ഇലയിലല്ലേ വന്നിരിക്കുന്നത്, ചൂത് കളിയല്ലേ നടത്തുന്നത്. ചരിത്രമല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചരിത്രം തന്നെയാണ്. അല്ലാതെ ഇവിടെ പിണറായി വിജയൻ ഭരണത്തിൽ ഇരുന്നുകൊണ്ട് കമ്മ്യൂണിസമാണ് നടപ്പാക്കുന്നത്. കമ്മ്യൂണിസം ഒന്നല്ല നടപ്പാക്കുന്നത്. കമ്മ്യൂണിസം പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം. റഷ്യ എണ്ണ കച്ചവടം നടത്തുന്നു. ചൈനയാണെങ്കിൽ എല്ലാതരം കച്ചവടത്തിലും ഇറങ്ങിയിരിക്കുകയാണ്. പലിശക്ക് വേണ്ടി പലിശ കൊടുക്കുന്നുണ്ട്, ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം ഉണ്ട്. ഭയങ്കര കച്ചവടക്കാരനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിട്ട്. അത് എല്ലാവരും പറയുകയല്ലേ കമ്മ്യൂണിസം വിട്ടിട്ട് ചൂതുകളിയിൽ ഇറങ്ങിയിരിക്കുകയാണെന്ന്. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് വേദവ്യാസൻ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ചൂതുകളിയിലേക്ക് ഇറങ്ങും. ഇനി ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അവസാന ഘട്ടത്തുമ്പോൾ കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ ഒന്നാക്കിയിട്ട് ചൂത് കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ചൈന കയറിയിട്ട് അമേരിക്കൻ റോക്കേഴ്സ് നടത്തുകയും ചൈനീസ് സാധനങ്ങൾ കൊണ്ട് നടത്തുക. അപ്പം ട്രംപിന് മനസ്സിലായി ഇത് പരിപാടി ശരിയാക്കില്ല. ഇപ്പം പറയുന്നുണ്ട് ചൈനീസ് സാധനങ്ങൾക്കെല്ലാം 100% ടാക്സ് കിട്ടും. ശരി, അപ്പോൾ എന്ത് പറ്റും? ഇനിയിപ്പോൾ ഈ പരിപാടി വേണ്ടാന്നായി. നമുക്ക് ഈ ആഗോളവൽക്കരണവും വേണ്ട, ഒരു യുഗം വേണ്ട. നമുക്ക് അവരവരുടെ നാട്ടിലുള്ള ഉൽപ്പാദനം നമ്മൾ നടത്തിയാൽ മതി. അതിലേക്കാണ് പോകാൻ പോകുന്നത്. ലോകം അതിലേക്ക് തന്നെ പോകും. ഈ പരിപാടി ചൂതുകളിയെല്ലാം ഇതോടുകൂടി മനസ്സിലായി. ഈ യുദ്ധത്തോടു കൂടി ചൂതുകളിയൊന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒരു ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ലക്ഷ്യം? ഒരു പുതിയ ലോകക്രമം, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്. വേൾഡ് ബാങ്കൊന്നും വേണ്ട, നമ്മൾ നമ്മളുടേതായ ബാങ്ക് ഉണ്ടായിക്കോളാം എന്നാണ് പറയുന്നത്. പിന്നെയോ ഡോളർ വേണ്ട, ഡോളറിൻ്റെ ആധിപത്യം ഒന്നും വേണ്ട, നമുക്ക് നമ്മളതായ പൈസയിൽ കച്ചവടം നടത്തിക്കോളും. ഇതെല്ലാം പൊളിക്കാൻ പോവുകയാണ്. UNO തന്നെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പുതിയൊരു UNO ഉണ്ടാവണം. ഇതിന് വേണ്ടിയിട്ട് അതായത് വേൾഡ് ഗവൺമെൻറ് ഉണ്ടാവണം. എല്ലാവർക്കും തുല്യമായ നീതി കൊണ്ട് എങ്ങനെ പോകണം? ഇപ്പം കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകമുണ്ട്. അവർക്കുള്ള അവരവരുടെ കാര്യം നോക്കും. ഇവിടെ കുറച്ച് വെള്ളം അധികം ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിന് കൊടുക്കും. തമിഴ്നാട് അധികമുള്ള പച്ചക്കറി അധികം ഇങ്ങോട്ടേക്ക് തരും. ഏതുപോലെ എന്നുകൊണ്ട് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുക്കളയും ആരാമവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അടുക്കളയിൽ നിന്ന് ആരാമത്തിൽ നിന്ന് ആന്തൂറിയം പഠിച്ചിട്ട് അടുക്കളയിലേക്ക് കൊടുക്കും.
അടുക്കളയിൽ നിന്ന് അവലീസ് ഉണ്ടാക്കി ഇപ്പുറത്തൊരു അടുക്ക് ആരാമവും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ. അതുപോലെ എല്ലാ രാഷ്ട്രങ്ങളും അവരവർ വേണ്ട അവരവർക്ക് ഉൽപ്പാദിപ്പിക്കും, അധികമുള്ളത് അപ്പുറത്തും കൊടുക്കും. അങ്ങനെയുള്ള ഒരു ചെറിയ കച്ചവടം ലോകം മുഴുവൻ ഒരു തറവാടായി മാറും. ഒരൊറ്റ ഗവൺമെൻറ്. ഇപ്പം ഇവിടുന്ന് മലയാളികൾ തമിഴ്നാട്ടിൽ പോയില്ല, തമിഴ്നാട്ടിലുള്ളവർ ഇവിടെ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരും. ഇങ്ങനെയെല്ലാം പോകുന്ന മാതിരി തന്നെ നമ്മളും ഒരു ലൈസൻസ് ഒന്നും വേണ്ട, ഏത് നാട്ടിലും കയറിയും പോവുകയും ചെയ്യുക വരികയും ചെയ്യുക, എല്ലാവരും ഒരു അതാണ് വസുദേവ കുടുംബം. ഒരു കുടുംബമായിട്ട് ഒരു ഭരണം മുകളിലും വരുന്ന ഒരു വ്യവസ്ഥയിലേക്കാണ് മൂന്നാം ലോക മഹായുദ്ധം കൊണ്ടുപോകുന്നത്. അതുതന്നെയാണ് ബ്രിക്സിലൂടെ ലക്ഷ്യമിടുന്നത്. അത്തരം ഒരു ലോകം തന്നെയാണ്. അതിലേക്ക് ഇനി എടുക്കുക, അല്ലാതെ ചൂഷണമൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ചൈനയുടെ സാധനവും വാങ്ങിയിട്ട് ട്രംപ് ഇരിക്കേണ്ടി വരും. ഇനി ഇതൊന്നും പറ്റില്ല. എല്ലാവരും നിർത്തുക, ഈ കച്ചവടം നിർത്തുക, മതിയാക്കുക. അവരവരുടെ നാട്ടിൻ്റെ കാര്യം ശ്രദ്ധിച്ചു കൊണ്ടുപോകുക. അധികം എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നതിൽ അപ്പുറം കൊടുത്തുക. ഈ ട്രേഡിങ് എന്ന പരിപാടി അതെല്ലാം പോയി, ആ കാലഘട്ടം പോയി. പുതിയൊരു യുഗത്തിലേക്ക് ആ ഭാവനയിൽ ചെയ്യുന്ന വസുദേവ കുടുംബത്തിലേക്കാണ് ലോകം എത്താൻ പോകുന്നത്. അവൻ്റെ രാജ്യം അതാണ് എത്താൻ പോകുന്നത്. നമ്മൾ അതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ധർമ്മയുദ്ധത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണ്, മഹാഭാരത യുദ്ധമാണ്. അതിലാരും ആകെ മുൻനിർത്തിയാണ് ചെയ്യുന്നത്. മഹാഭാരതത്തിൽ ശിഖണ്ഡിയാണെങ്കിൽ ഇവിടെ മറ്റുള്ള രാഷ്ട്രങ്ങളിലെല്ലാം പിടിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. ന്യൂക്ലിയർ ബോംബൊന്നും ആദ്യം പ്രയോഗിക്കുന്നില്ല, എപ്പോഴേ പ്രയോഗിക്കുള്ളൂ. അവസാനം തോൽക്കുന്ന പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വില്ലൻ കയറിയിട്ട് അവസാനം കയറി പ്രയോഗിക്കും. അതാണ് അശ്വത്ഥാമാവ്. എന്താണ് ഈ ന്യൂക്ലിയർ ബോംബ് കൊണ്ട് മഹാഭാരതത്തിലെ സമാനമായിട്ടുള്ള എന്താണ്? ബ്രഹ്മാസ്ത്രം. എന്താണ് ബ്രഹ്മം? പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം. ആദ്യമുള്ള സംഗതി അതാണ് പ്രപഞ്ചമായി മാറിയത്. ആദ്യമുള്ള സംഗതി ഇന്നത്തെ നിലയിൽ പറയുകയാണെങ്കിൽ ആറ്റമാണ് പ്രപഞ്ചമായി മാറിയത്. അപ്പം ആറ്റം തന്നെയാണ്, ആറ്റത്തിലുള്ള ഊർജം തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിക്ക്. ആറ്റത്തിൻ്റെ മുമ്പിലുള്ള ആ സംഗതി, ആ ഊർജം ഉണ്ടല്ലോ, അത് തന്നെയാണ് ബ്രഹ്മാസ്ത്രം. പിന്നെ വേറൊരു അർജുനൻ്റെ ആയുധങ്ങളെല്ലാം പറ്റിയിട്ട് ഒരായുധം എടുത്തു കഴിഞ്ഞാൽ പലതായിട്ട് വാങ്ങിയിട്ട് അത് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. റഷ്യനടക്കൊന്ന് പ്രയോഗിച്ചല്ലോ. ഒന്ന് തൊടുത്തപ്പോൾ 6 മാറി, 6 പിന്നെ 3 മാറി, അങ്ങനെ 18 എടുത്ത് കൊണ്ടുവന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ തരം ആയുധം പ്രയോഗിച്ചപ്പോൾ ഞെട്ടിപ്പോയി, ലോകം പോലും ഞെട്ടിപ്പോയി. പിന്നെ വളഞ്ഞിട്ടിട്ട് തന്നെയാണ് പോകുന്നത്, യുദ്ധം നേർക്കല്ല പോകുന്നത്. അതായത് തിരുവനന്തപുരം പിടിക്കണ്ടെങ്കിൽ തിരുവനന്തപുരത്തിലെ എല്ലാ സംവിധാനങ്ങളുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ആയുധങ്ങളെല്ലാം വെച്ചിട്ട് പെട്ടെന്ന് കയറി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ അപ്പുറത്തു കൂട്ടിയുള്ള വില്ലേജുകളുണ്ടല്ലോ, അവിടെയൊന്നും വലിയൊന്നും ഉണ്ടാവില്ല. ആരും ജനങ്ങളെല്ലാം ചെറിയല്ല. അതിലേ ചുറ്റേ വന്നിട്ട് വളഞ്ഞിട്ടിട്ട് പിടിക്കുക. അതിലേ ചക്രവ്യൂഹം പറഞ്ഞിരിക്കുന്നു. പിന്നെ പറയുന്നത് കുടുംബക്കാരെ പറ്റി. ഇവിടെ മിസ്റ്റർ രവീന്ദ്രൻ പറഞ്ഞ കുടുംബക്കാർ തമ്മിലാണ് അടിപിടി. കുടുംബക്കാർ തമ്മിൽ തന്നെയാണ് ഇപ്പോഴത്തെ അടിപിടി. അവിടെ അമേരിക്കയും റഷ്യയും തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഇവിടെ ഒരു പക്ഷം യുക്തിവാദികളിൽ ഒരു പക്ഷം അമേരിക്കനെ പിടിക്കും, വേറൊരു പക്ഷം റഷ്യനെ പിടിക്കും. അവരും 2 തരത്തിലാണ്, 2 പക്ഷത്തിലാണ് നിന്നിരിക്കുന്നത്. അവിടെ ഇറാനും ഇസ്രയേലും തമ്മിൽ അടിക്കുമ്പോൾ ഇവിടെയും ചില പക്ഷങ്ങൾ ഇസ്രയേലും ഇറാനെല്ലാം പിടിച്ചിട്ട് തന്നെ അടിക്കുന്നത്. ഇവിടെ അടിയാണ്. അത് ടി വിയിൽ യൂട്യൂബിലൊക്കെ ഉള്ളത്. അതിലും യുക്തിവാദികൾ 2ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും രസം. യുക്തിവാദികളിൽ ഒരു പക്ഷം ഇസ്രയേലിനെ പിടിക്കും, മറ്റേ പക്ഷം ഇറാനെ പിടിക്കും. എല്ലാം കുടുംബത്തിൽ തന്നെ ഒന്ന് യുക്തിവാദിയായിരിക്കും, ഒന്ന് BJP ആയിരിക്കും, ഒന്ന് കോൺഗ്രസ് ആയിരിക്കും, ഒന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. വീട്ടിൻ്റെ അകത്താണ് അടി. പണ്ടത്തെ മാതിരി രാജ്യങ്ങൾ തമ്മിലുള്ള അടിമത്വമല്ല ഇത്. കുടുംബങ്ങളിൽ തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്താ സംശയം? ഒരു കുടുംബത്തിൽ തന്നെ ഒരാൾ നിരീശ്വരവാദിയാണെങ്കിൽ ഒരാൾ വിശ്വാസി. അവിടെ കിടന്നിട്ട് പൊരിഞ്ഞ അടിയാണ്.
കുടുംബ കലഹത്തിൽ പോലും രാഷ്ട്രീയം തിരിഞ്ഞിരിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ തന്നെ പലതായിട്ട് തിരിഞ്ഞിട്ടാണ് അടി എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം നടക്കും, ഇവിടെയാണ് യുദ്ധം നടക്കുന്നത്. അത് യുക്തിവാദികൾ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടാണ്. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി. ഇസ്രയേലിൻ്റെ പക്ഷം പിടിക്കുന്ന യുക്തിവാദിനെയും കാണാം, ഇറാൻ്റെ പക്ഷം പിടിക്കുന്ന യുക്തിവാദിനെയും കാണാം, പുട്ടിനെ പിടിക്കുന്ന യുക്തിവാദിനെയും കാണാം. ബൈഡനെ പിടിക്കുന്ന യുക്തിവാദിനെയും കാണാം. കുടുംബങ്ങൾ തമ്മിൽ തന്നെയാണ് അടി. അതാണ് ഈ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ കടന്ന് ചിന്തിക്കുമ്പോൾ എവിടത്തേക്കാണ് എത്തുന്നത്? ഒരു ഭയാനകമായ അവസ്ഥയിലേക്കാണ്. അവസാനം ആദ്യമെല്ലാം യുദ്ധം അവിടത്തേക്ക് തന്നെയാണ് നീങ്ങുന്നത്. നമ്മൾ ആ യുദ്ധക്കളത്തിലാണുള്ളത്. ചരിത്രം ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കൂ. ഈ മഹാഭാരതത്തിൽ എഴുതി വെച്ച കഥകളായി. അവസാനം അശ്വത്ഥാമാവ് തോൽക്കുന്ന പാർട്ടി ന്യൂക്ലിയർ ബോംബ് തൊടുക്കുക തന്നെ ചെയ്യുമെന്ന് വേദവ്യാസം പറഞ്ഞിരിക്കുന്നു. ന്യൂക്ലിയർ ബോംബ് തൊടിക്കുക, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും. അതിനെ എവിടെ വെച്ച് തടുക്കാൻ പറഞ്ഞിരിക്കുന്നു? ആകാശത്ത് വെച്ച് തടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ആകാശത്ത് വെച്ച് തടുക്കാനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഇന്ന് യൂട്യൂബിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശത്തിൽ വെച്ച് തന്നെയാണ് തടുക്കുന്നത്. എന്നാലും ഭാവി തലമുറയിലേക്ക് കാലം തന്നെയാണ് ഇതിനെ നയിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷത്തിനെ ഒന്നും കൊല്ലാനൊന്നും പറ്റില്ല. പരീക്ഷത്ത് രക്ഷപ്പെടും. പക്ഷെ അതൊരു പരീക്ഷണ ഘട്ടമായിരിക്കും. പരീക്ഷത്തെന്ന് പറയുമ്പോൾ ഒരു പരീക്ഷണ ഘട്ടമായിരിക്കും. ഈ യുദ്ധമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷത്തിൻ്റെ ഘട്ടമായിരിക്കും. പിന്നെ ജനമേജയൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ കാലം വിഭാവനം ചെയ്യുന്ന ഒരു സുന്ദരമായ വസുദേവ കുടുംബം, അവൻ്റെ രാജ്യമുണ്ടാകും. അവൻ്റെ രാജ്യം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രളയമാണ്. കാരണം കഴിഞ്ഞു, അവസാനമായി. 4 യുഗത്തിലൂടെ മനുഷ്യനെത്തുണ്ടായി. അത് അധികാരം വെച്ചിരിക്കാൻ പറ്റില്ല. കാരണം അധികാരം വെച്ചിരുന്നു കഴിഞ്ഞാൽ മനുഷ്യനെല്ലാം ഒരു യുദ്ധമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? വളരെ ഐക്യമായിരിക്കും. നമുക്കറിയാലോ, ഇവിടെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എന്തൊരു ഐക്യമാണ്. ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും ഐക്യത്തിലാണ്. പക്ഷേ ഐക്യം എത്ര കാലമേ ഉള്ളൂ? കുറച്ച് കാലമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പഴയ സ്വഭാവം പിന്നെയും എടുത്തു. അതിൻ്റെ അകത്ത് വെച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങും. അതുപോലെ ഈ യുദ്ധമെല്ലാം കഴിയുമ്പോൾ ലോകം മുഴുവൻ ഒരു യുദ്ധം, 3ാം ലോക മഹായുദ്ധം നടന്നു കഴിഞ്ഞാൽ, മഹാഭാരതത്തിൽ കഴിഞ്ഞാൽ ശേഷിക്കുന്നവരുടെ ലക്ഷ്യം അത്രയേ ഉള്ളൂ. ജാതി മതം ഒന്നും ചിന്തയില്ല. ഈ സമൂഹത്തെ ഒന്ന് രക്ഷിച്ചെടുക്കണം. അതാണ് പരീക്ഷണഘട്ടവും ജനമേജയൻ്റെ കാലഘട്ടവും. അപ്പോൾ അപ്പോഴും മനുഷ്യർ ഭയങ്കര ഐക്യത്തിലാണ്. അത് കഴിഞ്ഞാലും പിന്നെ കുറച്ചെടുക്കുമ്പോൾ യാദവർ തമ്മിൽ തല്ലുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഇവന്മാർ നന്നാകാനും പോകുന്നില്ല. എല്ലാവരും ഒരു വലിയ ഐക്യം, ഒരു ചിന്തയൊന്നും ഇല്ലാതെ കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ ഇവന്മാരുടെ സ്വഭാവം ആദ്യം. പിന്നെ യാദവർ തമ്മിൽ തൊല്ല. അതാണ് കൃഷ്ണൻ അവസാനം എന്ത് പറഞ്ഞത്? ഇവന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ മഹാഭാരത യുദ്ധം നടത്തിയത്. കാലമാണ് പറയുന്നത്. ഇവന്മാർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ മഹാഭാരത യുദ്ധം നടത്തിയിട്ട് ഇത്രയേറെ ത്യാഗം സഹിച്ചത്. എന്നിട്ട് അവസാനം പ്രളയത്തിലൂടെ അവസാനിക്കുന്നു. കുറച്ച് പേര് രക്ഷപ്പെടുന്ന ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, പെട്ടകത്തിൽ പുരാണ കഥകളിലും പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തിൻ്റെ വില ബോട്ടെല്ലാം പിടിപ്പിച്ചിട്ട് പോകും മത്സ്യം എന്ന് പറയുന്നു. ബഹിരാകാശത്ത് പോകുന്ന വേദങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പൂർവികർ ബഹിരാകാശത്തെല്ലാം പോയി താമസിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി താമസിക്കാൻ നല്ല സുഖമുള്ള സ്ഥലമാണ്, അവിടെ പോയി താമസിക്കണം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെ പൂർവികരെല്ലാം അവിടെ പോയിട്ടുണ്ട് എന്നെല്ലാം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. റോക്കറ്റ് ഉണ്ടാക്കേണ്ട വഴികളും എല്ലാം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടെയാണ് പോയി ഇറങ്ങിയതെന്നും എല്ലാം അവിടെ വിസ്തരിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഈ നോളജ് മുഴുവൻ വേദങ്ങളായിട്ട് എഴുതി വെക്കും. ഇപ്പോൾ എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ് അവരെഴുതി വെച്ചതാണ് ഗ്രന്ഥങ്ങൾ. കഥരൂപത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രം അതേപോലെയാണ്. പക്ഷേ ചരിത്രത്തിലൂടെ, കഴിഞ്ഞ ചരിത്രത്തിലൂടെയും ഇന്നത്തെ ചരിത്രത്തിലൂടെയും ഈ പുരാണ കഥകളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇതെല്ലാം ഓരോന്നായിട്ട് തെളിഞ്ഞ് വരും.